ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا ومصطفانا ومنجينا وهادينا ومجتبانا محمدا صلى الله عليه وعلى آله وأصحابه وأعوانه وأتباعه وأهل بيته وسلم عبده ورسوله الذي كان متواصلا الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يضم منها شيئا غير أنه لم يضم ذباتا ولا يمدحه ولا يغضبه الدنيا ولا ما كان لها إذا أعرض أشاح جل ضحكه التبسم يفتر عن مثل حب الغمام يتلألأ وجهه تلألؤ القمر ليلة البدر اللهم فابلغه أن السلام اللهم فابلغه أن السلام اللهم فابلغه أن السلام اذكرنا يا محمد عند ربك صلى الله عليه وسلم نكليمك تصور نخيال طور سینا میری آرزو محمد میری جستجو مدینہ مگاہ ہو مصطفیٰ ہو میری عظمتوں نے پوچھو تجھے دیکھ کر جہنم کو بھی آ گیا پسینہ میری زندگی کو چاہو مجھے لے چلو مدینہ میری زندگی کو چاہو مجھے لے چلو مدینہ مجھے موت بھی جو آئے تو ہزامنے مدینہ محمد کی عظمت میں کیا پوچھتے ہو کہ صاحب کعبہ غوث نطہیرے بشر کی سیرے ہم کو مہمان بازی وہ جنت نہیں ہے تو پھر اور کیا ہے پھر اور کیا ہے ആരണ്യാന്തരകരോ തരതപസ്ഥാനങ്ങളിൽ സൈന്ധവോ ധാരശ്യാമ മനോഭിരാമ പുളിനോപാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം ആ മൺമെത്തകളാറ്റു നോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിതഗാനം പാടിയ സാമഗാനലഹരി ഹർഷാജിതാത്മാക്കളായി ആ മന്നന്തര ഭാവശില്പികൾ എനിക്കെന്നേക്കുമായി തന്നതാണോമൽ കാർത്തികനെ വിളക്കരിയുമീ ഏകാന്തയാഗാശ്രമം ജ്ഞാനിജാലകവാതിലിൽ ചെറുമുളന്തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണീ ശാരദേന്ദു കലയെ പാവാട ചാർത്തിക്കുവാൻ ആ നിത്യം ചിറകിട്ടടിച്ചു കീറിപ്പറിപ്പിച്ചുവോ ജ്ഞാനി സർഗതപസമാധിയിലിരിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ കാടത്തത്ത മനസ്സിലിട്ടു കവിയായി മാറ്റുന്ന വാൽമീകമുണ്ട് ഓടപ്പുൽ കുടലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും നാടണ്ട പ്രഹരങ്ങളേറ്റു കിടിലം കൊள்കെ മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി
14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണോ പുണ്യാറസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ മുത്ത് റസൂൽ വീട്ടുമുറ്റത്തോരോ മുന്തിരി വള്ളിപ്പാടർപ്പാണെങ്കിൽ മുത്ത് റസൂൽ വീട്ടുമുറ്റത്തോരോ മുന്തിരി വള്ളിപ്പാടർപ്പാണെങ്കിൽ നിത്യവും ആദേഹം മുത്തും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണോ പുണ്യാറസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ താമര തോൽക്കുന്ന താഹതന്റെ തളിമേനി തോളിൽ വഹിച്ചേനെ ഞാൻ ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ ഭാരം ചുമന്നേ തളർന്നേനെ ഞാൻ 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണോ പുണ്യാറസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ പരിശുദ്ധമായ ആധ്യാത്മികോത്കർഷത്തിന്റെ നവകിരണങ്ങൾ പ്രഫുല്ലമായി ചാലിക്കപ്പെടുന്ന ഐതിഹാസികമായ ഛന്ദസാർന്ന രമണീയമായ ഈ മുഹൂർത്തത്തിൽ ഉന്നതമായ ഈ സദസ്സിനെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വേദിയിലെ പണ്ഡിത കുലപതികളായ ഈ മഹല്ലത്തിന്റെ ഖതീബ് അവർകളെ, സമാദരണീയനായ മുദർരിസ് ഉസ്താദ് അവർകളെ, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതരെ, ഉമറാക്കളെ, കാരണവന്മാരെ, ഇത്തരത്തിലുള്ള കർമ്മധീരമായ കാൽവെപ്പിന്റെ അണിയറ ശില്പികളായ സംഘാടകരെ, വിശാലമായി ഈ പന്തലിന്റെ ചുവട്ടിൽ അതിലേറെ ഏറ്റവും വിശാലമായ ഒരു ദീനിന്റെ സദസ്സിന്റെ മുറ്റത്ത് നടുമുറ്റത്ത് പരിശുദ്ധമായ ഇന്നത്തെ സദസ്സിനെ ശ്രവിക്കാൻ, ഇവിടത്തെ ആധ്യാത്മിക അനുഭൂതിയെ നെഞ്ചോട് ചേർക്കാൻ, ഇവിടത്തെ ആധ്യാത്മിക പ്രകാശങ്ങളുടെ കിരണങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സംശീകരിക്കാൻ കടന്നു വന്ന മാന്യ സഹോദരീ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പരിസര മണ്ഡലങ്ങളിലെ സഹോദര മതസ്ഥരായ ഭാരതാംബയിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. അവനാണ് ഏകഛത്രാധിപത്യത്തിന്റെ തമ്പുരാൻ, അവനാണ് ഏകനായ തമ്പുരാൻ, അവനാണ് ഒരുമിപ്പിക്കുന്ന തമ്പുരാൻ, അവനാണ് ഉടമസ്ഥനായ തമ്പുരാൻ, അവനാണ് സൃഷ്ടാവായ തമ്പുരാൻ. അതുകൊണ്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല തമ്പുരാനെ. എന്തിനാണ് അറിയിപ്പൻ മണരാരൻ നിങ്ങളുടെ പാരിസ്ഥിതികാന്തരീക്ഷത്തിൽ നിന്ന് ഒരു മഹാത്മാവിനെ ഞങ്ങളുടെ മൂക്കിന്റെ ചുവട്ടിൽ നീ കൊണ്ടുവന്ന് കടത്തിയത്? അല്ലാഹു അനുഗ്രഹിച്ചൊരു മണ്ണ് പോലെ ഈ മണ്ണ് കേരളക്കരയിൽ എത്ര വ്യതിരിക്തത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ നമ്മുടെ നാടിനെ ഇത്ര ഐശ്വര്യദായകമാക്കിയ ഘടകം മഹാന്മാരിവിടെ കടന്നു വന്നു. എന്തുകൊണ്ട് ഇച്ചിരം കോടിനെ തേടിയിട്ട് സഹാബികൾ കടന്നിടന്നു? അതൊരു നാടിന്റെ പരിശുദ്ധിയാണ്. ആ പരിശുദ്ധിയിലൂടെയാണ് നമ്മൾ പരിപാവനത്വത്തിന്റെ പറുദീസയിലേക്ക് കടന്നു പോകുന്നത്. ആ പരിശുദ്ധിയിലൂടെയാണ് പാപക്കറ പുരണ്ടുപോയ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ കഴുകി വെളുപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
മലയാളത്തിന്റെ കവി പാടിപ്പോയ പോലെ പരിസര ശക്തി കൊടുത്താൽ മർത്യൻ പരിശുദ്ധനാകും പാപിഷ്ഠർ പോലും. പരിസരം നന്നായാൽ മതി. എത്ര പാപം ചെയ്തവനും അവരുടെ മഹതായ ഫദ്ല് കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയാണ്. എത്ര പാപഭംഗിരമായി പോയ ഹൃദയത്തിന്റെ ഉടമസ്ഥനാണെങ്കിലും ശരി, അവന്റെ ഹൃദയത്തിന്റെ ശിലാപാളിക്കുള്ളിലേക്ക് പ്രകാശങ്ങൾ കടന്നു പോകാൻ ഒരു ആലിമായ മനുഷ്യൻ മതി, അള്ളാഹുവിന്റെ ഒരു വലിയ മതി. അങ്ങനെ കിടക്കുമ്പോ ഇവിടെ കിടക്കുന്നത് ഒരു സഹാബിയാണെങ്കിൽ ആ സഹാബി കിടക്കുന്ന നാട്ടിന്റെ സ്വച്ഛന്തമായ അന്തരീക്ഷങ്ങളിലൂടെ വളരാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ എത്ര സൗഭാഗ്യവാന്മാരാണ്. മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും പുല്ലിനുമുണ്ടാ സൗരഭ്യം. ഇവിടെ കിടക്കുന്നത് മുല്ലപ്പൂവാണെങ്കിൽ ആ മുല്ലപ്പൂവിനോട് അരിപറ്റി നിന്നത് കാരണം അള്ളാഹു നമുക്കും ഒരു സൗരഭ്യം പ്രദാനം ചെയ്യുകയാണ്. അതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിതത്തിന്റെ സൗഭാഗ്യം. ഇവിടെ ഒരുപാട് പ്രതിജ്ഞയെടുക്കാനുണ്ട്. ഇവിടെ നാളേക്ക് വേണ്ടി നല്ല ഒരു ദിനത്തെ ഉണ്ടാക്കാനുണ്ട്. ഇവിടെ സ്വരച്ചേർച്ചയുടെ അധ്യായങ്ങൾ മുടങ്ങേണ്ടതുണ്ട്. ഇവിടെയാണ് സൗഹൃദം പുത്തുല്ലസിക്കേണ്ടത്. ഇവിടെയാണ് മനുഷ്യന്റെ സത്തയെ കണ്ടെത്തേണ്ടത്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃത. അന്നാസു മആദിനുൻ കമആദിനിൽ ദഹബി വൽ ഫിദ്ദ. പരിശുദ്ധ റസൂലിന്റെ ഹദീസാണിത്. മദീനയുടെ മണലാരണ്യങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചക തിരുമേനി പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഴങ്ങിപ്പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ ഈ പന്തലിന്റെ ചുവട്ടിലും മുഴങ്ങേണ്ടത് സലാത്താൻ. സലാമുസ് പർ കജിസ്നെ അല്ലാഹുവേ, ഒരു നായകന്റെ മേൽ നീ സലാത്തും സലാമും വർഷിക്കണേ തമ്പുരാനെ. ഏതാണ് ആ നായകൻ? പാവപ്പെട്ടവന്റെ കൂടെ നിന്ന നായകനാണ് ആ നായകൻ. ആ നായകനാണ് ദുആ ചെയ്തു പോയത്. അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, നീ എന്നെ ഒരു പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ തമ്പുരാനെ. പാവപ്പെട്ടവനായി മരിപ്പിക്കണേ തമ്പുരാനെ. പാവപ്പെട്ടവനായി ജീവിച്ചാലും മരിച്ചാലും പോരാ. നാളെ പാവപ്പെട്ടവന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നാളെ മഹ്ശറാവൻ സഭയിൽ സജ്ജീകരിക്കപ്പെട്ട നാട്ടപ്പെട്ട കെട്ടപ്പെട്ട കൊടിയുടെ താഴെ ഈ മുഹമ്മദ് ഉണ്ടാകണേ തമ്പുരാനെ എന്ന് ആമിനാന്റെ മുത്തുമോനെ, അബ്ദുല്ലാന്റെ പുന്നോമന പുത്രനെ, അബ്ദുൽ മുത്തലിബിന്റെ വളർത്തുപുത്രനെ പരിശുദ്ധ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാരാർ കാരവാഹേ മീറേ ഹിജാസ് അപ്നാ ഹുസ്നാം സേ ഹേ ബാഖി നാമോ നിശാ ഹമാരാ. ഈ പന്തലിന്റെ ചുവട്ടിലേക്ക് നമ്മൾ ഇവിടെ കടന്നു വരാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ. അതുകൊണ്ട് നമ്മൾ ഇടക്കിടക്ക് അവിടുത്തെ നാമത്തെ സ്മരിക്കേണ്ടതുണ്ട്. എന്റെ പ്രഭാഷണത്തിന്റെ പ്രാരംഭ ദശയിൽ കാനേഷ് പൂനൂരി എന്ന് പറയുന്ന മലയാളത്തിന്റെ സാഹിത്യ സാമ്രാട്ട് എഴുതിപ്പോയ ഒരു കവിതയാണ് ഞാൻ ആലാപനം ചെയ്തു പോയത്. ആ ഗാനമാണ് ഞാൻ ഇവിടെ ആലപിച്ചു പോയിരിക്കുന്നത്. അവിടെ കവി പറഞ്ഞു പോവുകയാണ്, അല്ലാഹുവേ, എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായ, എന്റെ ചെങ്കിലച്ചോരയായ, എന്റെ കരടിന്റെ തുടിപ്പായ, എന്റെ രക്തത്തിന്റെ രക്തമായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിക്കാത്ത ഒരു കാലത്തിൽ എന്തിനാണ് തമ്പുരാനെ എനിക്ക് ജന്മം തന്നത്? എന്റെ പരിശുദ്ധ റസൂൽ ജീവിക്കാത്ത കാലഘട്ടത്തിൽ എന്തിനാണ് തമ്പുരാനെ ആ പരിശുദ്ധ നായകൻ വിട പറഞ്ഞു പോയതിന്റെ ശേഷം, അവിടുന്ന് വഫാത്തായി പോയതിന്റെ 114 ശേഷം 1400 സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് എന്തിനാണ് പരിശുദ്ധ റസൂലില്ലാത്ത ഭൂമിയിൽ എന്നെ ജനിപ്പിച്ചത് തമ്പുരാനെ?
അതാണ് കവി പറഞ്ഞുപോയത്. 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണു, പുണ്യാ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. അല്ലാഹുവേ, എന്റെ കരളിന്റെ കഷ്ണമായ നായകനില്ലാത്ത നാട്ടിൽ ആ നായകൻ വിട പറഞ്ഞു പോയിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞതിന്റെ ശേഷം എന്തിനാണ് റബ്ബേ എനിക്ക് ഇവിടെ ജന്മം തന്നത്? ഈ കണ്ണുകൾ ദൗർഭാഗ്യം ചെയ്ത കണ്ണുകൾ, റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്ത കണ്ണ് എന്തിനാണ് തമ്പുരാനെ എനിക്ക് നീ തന്നത്? എന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നീ ഒരു മനുഷ്യനായി പടക്കണം എന്ന് ഞാൻ പറയുന്നില്ല തമ്പുരാനെ. മുത്ത് റസൂൽ വീട്ടുമുറ്റത്തോരോ മുന്തിരി വള്ളി പടർപ്പാണെങ്കിൽ നിത്യവും ആ ദേഹം മുത്തും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. പടച്ച തമ്പുരാനെ, എന്റെ ഉടമസ്ഥനായ ഉടയ തമ്പുരാനെ, ആ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ എന്നെ നീ ഒരു മനുഷ്യനായി പടക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. റസൂലുള്ളാഹി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ചെറ്റക്കുടിലിന്റെ മുറ്റത്ത് തളിർത്ത് പന്തലിച്ച ഒരു മുന്തിരിവള്ളിയിലെ മുന്തിരിവള്ളിയായിരുന്നു ഞാനെങ്കിൽ പരിശുദ്ധ റസൂലുള്ളാഹിനെ തഴുകി തലോടുന്ന മദീനയിലെ മന്ദസ്മിതം തൂകുന്ന മന്ദമാരുതൻ, അല്ലാഹുവേ നിന്റെ ഹബീബിനെ തൊട്ട കാറ്റ് പിന്നെ എന്നെ തൊടുമായിരുന്നു തമ്പുരാനെ. അല്ലെങ്കിൽ നീ എന്നെ ജനിപ്പിക്കേണ്ടത് അല്ലാഹുവേ നിന്റെ റസൂല് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ മിണ്ടാപ്രാണിയായ ഒരു ഒട്ടകമായിട്ടാണ്. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ താമര തോൽക്കുന്ന ത്വാഹതന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ, ഭാരം ചുമന്നേ തളർന്നേനെ ഞാൻ. പടച്ച തമ്പുരാനെ, ഇനി മദീനയുടെ മന്ദസ്മിതം തൂകുന്ന മന്ദമാരുതനായ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനായി എന്നെ പടച്ചിട്ടില്ല എങ്കിൽ അന്നത്തെ മിണ്ടാ പ്രാണിയായ ഒരു ഒട്ടകമായിട്ടാണ് നീ എന്നെ പടക്കുന്നതെങ്കിൽ ഞാൻ ധന്യനാകുമായിരുന്നു തമ്പുരാനെ. അങ്ങനെ ബദറിന്റെ മണ്ണിലേക്ക് കടന്നു പോകുന്ന പരിശുദ്ധ റസൂലുള്ളാഹിനെ എന്റെ ചുമലിൽ ഞാൻ കയറ്റി വെക്കും പടച്ച റബ്ബേ. ബദറിൽ അബൂജഹലുമാര്, ഉത്ബത്തുമാര്, ശൈബത്തുമാര്, വലീദുമാര്, മുശ്രിക്കീങ്ങളുടെ വില്ലാളി വീരന്മാര്, കൊലകൊമ്പന്മാര് വന്നിട്ട് അസ്ത്രപ്രയോഗം നടത്തുമ്പോ അങ്ങയുടെ ഭൂമിയിലേക്ക് അങ്ങയെ തകർക്കാൻ വേണ്ടിയിട്ട് അമ്പെയ്യുമ്പോ ഒട്ടകമാകുന്ന ഞാൻ എന്റെ ശരീരം കൊണ്ട് അങ്ങയുടെ ശരീരത്തെ മറച്ചു പിടിക്കുമായിരുന്നു. ഇതാണ് ജീവിതത്തിന്റെ അഭിലാഷം. ഇങ്ങനെയൊക്കെ ഹബ്ബുൻ നബി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു പോകാൻ മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അകളങ്കമായ, കളങ്കമില്ലാത്ത, ലവലേശം പോലും അമ്ളം കലരാത്ത പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള റിയൽ ലവ് എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ നെയ്തെടുത്ത മഹാരഥന്മാര് കാലഘട്ടത്തിന്റെ ശിലാപാളികൾക്കുള്ളിലൂടെ കടന്നുപോയി. അവരെയാണ് ദർശനം നടത്തിയവർ, അവരെയാണ് സമുദ്ധാരകർ, അവരെയാണ് പരിഷ്കർത്താക്കൾ, അവരെയാണ് യുഗപുരുഷന്മാർ. കബീനോ ജവാൻ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ वक्या गिरदोम तू जिसका है एक टूटा हुआ तारा. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഇന്നത്തെ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ചോദിച്ചു പോയി, അല്ല യുവാവേ, നിന്റെ പ്രതാപകാലം നീ ഓർക്കുന്നുണ്ടോ? ഒരു കാലഘട്ടങ്ങളിലും ലോകത്തെ നിയന്ത്രിച്ചത് യുവജനങ്ങളാണ്. വീട്ടിൽ ലോകത്തെ നിയന്ത്രിച്ചത്, മതത്തെ നിയന്ത്രിച്ചത്, മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ
ഞങ്ങളെ കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുത്തത് നമ്മുടെ വീട്ടിലെ ഉമ്മമാരെയാണ്, കുടുംബിനികളാണ്. അതുകൊണ്ട് യുവത്വത്തിന്റെ പ്രസരിപ്പില്ലാത്ത കാലഘട്ടമില്ല, യുവത്വത്തിന്റെ വിപ്ലവമില്ലാത്ത വിജയങ്ങളില്ല. എവിടെയാണ് വിജയത്തിന്റെ വൈജയന്തി നാട്ടപ്പെട്ടത്, അവിടെ ഒരു യുവാവിന്റെ കരസ്പർശമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ആ യുവാവിനെ നോക്കിയിട്ടാണ് ഇഖ്ബാൽ ചോദിച്ചു പോയത്, കബീയ നൗജവാൻ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ. അല്ല മുസ്ലിം ചെറുപ്പക്കാരാ, നീ കാലത്തിന്റെ രാജകുമാരനാണ്, നീയാണ് സംവിധായകൻ, നീയാണ് കഥാപാത്രം, നീയാണ് രാജാവ്, നീയാണ് വാനലോകത്ത് വെട്ടിത്തിളക്കുന്ന വെള്ളി നക്ഷത്രം. നിന്നെയാണ് മാതൃകയാക്കാൻ ജനങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് നിന്റെ വിരലിന്റെ അനക്കങ്ങൾ പോലും പ്രബോധനമാകേണ്ട സന്ദർഭം പോലെ പുതിയ കാലഘട്ടം യുവാവിന്റെ ശക്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് യുവാവിനോട് ഇഖ്ബാൽ ചോദിച്ചു പോയത്, रात के वक्त हमारे जमीन से चक्कर लगाने के वक्त, पैदल चलने के वक्त, रात के वक्त अगर आसमान के तरफ से हम देखते हैं तो वहाँ हमें देख सकते हैं चमकते हुए तारों, മിന്നി തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങളെ ആകാശത്തിന്റെ നീലമേലാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ട്. വഹാ ഏക് ഏക് ചമകത്തെ ഹുയേ താരേ ഹേ, ഉസി താരേ കെ നാം ഹേ സുറയ്യ. അങ്ങനെ ആകാശത്ത് ഏറ്റവും ഉന്നതിയിൽ ഒരു തിളക്കമുള്ള നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ പേരാണ് സുറയ്യ. കമലാദാസ് മലയാള സാഹിത്യത്തിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തുകാരിയായിരുന്നു കമലാദാസ് എന്ന് പേരെടുത്തപ്പെട്ട ഹൈന്ദവ എഴുത്തുകാരിയായിരുന്ന മാധവിക്കുട്ടിയായിരുന്ന കമലാ സുരയ്യ പിന്നെ സുരയ്യ എന്ന പേര് സ്വീകരിച്ചു പരിശുദ്ധ മതത്തിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയാണ്. മാധവിക്കുട്ടി പിന്നെ സ്വീകരിച്ച പേര് സുരയ്യയാണ്. സുരയ്യ എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രത്തിന്റെ പേരാണ്. ഇഖ്ബാൽ മുസ്ലിം ചെറുപ്പക്കാരനോട് കവിത പാടിപ്പോയി, സുരയ്യാസേ ജമീൻ തക് ആസ്മാനെ ഹംകോ ദേ മാറാ. സുരയ്യ നക്ഷത്രത്തിൽ നീ ഒരു സിംഹാസനം പണിതു വച്ചിരുന്നു. മുസ്ലിം യുവാവേ, നിന്റെ സിംഹാസനം സുരയ്യ നക്ഷത്രത്തിന്റെ മടിത്തട്ടിലായിരുന്നു. ആ മടിത്തട്ടിലുള്ള സിംഹാസനത്തിൽ ആരൂഢനാകാൻ നിനക്ക് പടച്ച റബ്ബ് സൗഭാഗ്യം തന്നിരുന്നു. ഇന്ന് നീ ഉറങ്ങിപ്പോയി, ഇന്ന് നീ ആലസ്യത്തിലേക്ക് കടന്നുപോയി. അതോടുകൂടെ സുറയ്യാസേ ജമീൻ पर ആസ്മാനെ ഹംകോ ദേ മാറാ. സുറയ്യ നക്ഷത്രത്തിന്റെ സിംഹാസനങ്ങളിൽ നിന്ന്, കനകകോടീരങ്ങളിൽ നിന്ന് ആകാശം നിന്നെ ചുരുട്ടിപ്പിടിച്ചിട്ട് ഭൂമിയുടെ ആഴിയുടെ ആഴങ്ങളിലേക്ക്, അധപ്പതനത്തിന്റെ കുഴിമാടങ്ങളിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ചരിത്രത്തിൽ ഇടം നേടാൻ നമുക്ക് സാധിക്കുന്നില്ല. വിസ്ഫോടനാത്മകമായിരിക്കുന്ന വിപ്ലവങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. മനുഷ്യനെ എത്ര അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ഗൈഡ് ടു ഫിലോസഫി ഓഫ് മോറൽസ് എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യത്തെ ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഗൈഡ് ടു ഫിലോസഫി ഓഫ് മോറൽസ്. ആരാണ് ആ പുസ്തകത്തിന്റെ ഓഥർ? ആ പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേരാണ് C.E.M. ജോർജ്. C.E.M. ജോർജ് പറയാൻ മനുഷ്യൻ വല്ലാത്ത അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് 7 കഷ്ണം സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ കൊളസ്ട്രോൾ ലഭ്യമാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് 9,000 പെൻസിൽ നിർമ്മിക്കാൻ ആവശ്യമായ കാർബൺ ലഭ്യമാണ്. അതേ മനുഷ്യ, നിന്റെ ശരീരത്തിൽ നിന്ന് 2500 തീപ്പെട്ടിക്കൊള്ളി നിർമ്മിക്കാൻ ആവശ്യമായ ഫോസ്ഫറസ് ലഭ്യമാണ്. മനുഷ്യ, നിന്റെ അതേ ശരീരത്തിന്റെ അകത്ത് നിന്ന് ഒരു ഇരുമ്പിന്റെ ആണി നിർമ്മിക്കാൻ ആവശ്യമായ ലോഹം ലഭ്യമാണ്.
അതേ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു കോഴിക്കോടിന് വെള്ള പൂശാൻ ആവശ്യമായ ചുണ്ണാമ്പ് ലഭ്യമാണ്. അതേ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് നിന്ന് 10 ഗാലൻ വെള്ളം, അതേ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് അല്പം സൾഫർ, അതേ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് അല്പം മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, ഇതെല്ലാം ഒരുമിച്ച് കൂടിയ പ്രകൃതിയുടെ പിടുത്തം കിട്ടാത്ത പ്രതിഭാസമുണ്ടെങ്കിൽ അത് മനുഷ്യനെയാണ്. അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരാണ് സ്വന്തം ശരീരത്തിന്റെ അനാട്ടമി പഠിച്ചത്, സ്വന്തം ശരീരശാസ്ത്രം പഠിച്ചവൻ അല്ലാഹുവിനെ പഠിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനെ പഠിക്കാൻ, റബ്ബിനെ കണ്ടെത്താൻ, first of all we must study about our own anatomy. നമ്മളുടെ ശരീരശാസ്ത്രത്തിന്റെ ഘടനയെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് രാത്രി പോയി കിടക്കാൻ നേരത്ത് ചിന്തിക്കാം, 2 കിഡ്നിയും വീക്കായി ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസിന് വിധേയനാക്കപ്പെടുന്ന എന്റെ സഹൃദയനായ സ്നേഹിതനെ പറ്റി ഒരു വാർത്ത എനിക്ക് ഫേസ്ബുക്കിലൂടെ കിട്ടി, എനിക്ക് വാട്സപ്പിലൂടെ കിട്ടി, എനിക്ക് ട്വിറ്ററിലൂടെ കിട്ടി. നമ്മൾ ദൈനംദിനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ 100 കണക്കിന് SMS വരുമ്പോ ഒരു ദിവസം 1 or 2 SMS കിഡ്നി രോഗിയെ സഹായിക്കാനാണ്. ആ രീതിയിൽ രോഗാതുരമായിരിക്കുകയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. അതിന്റെ ഇടയിലാണ് നമ്മൾ അറിയാതെ അറിഞ്ഞുപോയത്, നമ്മുടെ സഹൃദയനായ സ്നേഹിതന്റെ 2 കിഡ്നിയും വീക്കായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ക്ലിനിക്കിൽ പോയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് അവന്റെ കഷ്ടപ്പാടുകൾ. ഒരു ഡയാലിസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എന്തൊക്കെയാണ് അതിലൂടെ കടന്നു വരാനുള്ളത്. വലിയ ഒരു റൂമിനോളം വലിപ്പമുള്ള ഡയാലിസിസ് മെഷീൻ. ആ മെഷീനിലേക്ക് തന്റെ ശരീരത്തിലെ ബ്ലഡിനെ മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത് 2-2.5 മണിക്കൂർ കൊണ്ട് ആ മെഷീനിന്റെ അകത്ത് രോഗിയുടെ ശരീരത്തിലുള്ള ബ്ലഡ് മുഴുവൻ കയറി ഇറങ്ങി അതിലുള്ള അണുക്കളെ നശിപ്പിച്ച് പ്യൂരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് വീണ്ടും ഇവന്റെ ശരീരത്തിലേക്ക് തന്നെ സംക്രമണം നടത്തപ്പെടുകയാണ്. അതിന് ആദ്യം ഒരു ഓപ്പറേഷൻ നടത്തണം, എന്നിട്ട് ഇവിടെ ഒരു മെഷീന് ഫിറ്റ് ചെയ്യണം. അതിന്റെ സഹായത്തോടു കൂടെയാണ് ശരീരത്തിൽ നിന്ന് ബ്ലഡിനെ പുറത്തേക്കാക്കുന്നതും അകത്തേക്കാക്കുന്നതും. പിന്നെ അതിന് 2 നഴ്സുമാർ, ഒരു നെഫ്രോളജി വിദഗ്ധനായ ഡോക്ടർ, അതിനാവശ്യമായ ഡയാലിസിസ് മരുന്നുകൾ, അതിനാവശ്യമായിരിക്കുന്ന പണം മറ്റൊന്ന്, അതിനാവശ്യമായ സമയം മറ്റൊന്ന്. എന്തൊക്കെ നഷ്ടങ്ങളാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ദിവസം റെസ്റ്റാണ്. 2ാമത്തെ ദിവസവും അവൻ ക്ലിനിക്കിലേക്ക് കടന്നു പോവുകയാണ് ഡയാലിസിസ് ചെയ്യാൻ. ആ നേരത്താണ് കിഡ്നിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ നമ്മൾ ഓരോ ദിവസവും രാത്രിയാകുന്നു, നേരം വെളുക്കുന്നു, നേരം പുലരുന്നു, രാത്രിയാകുന്നു. നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാ ഒരു നിമിഷം ചിന്തിച്ചാൽ മതി, നമ്മൾ ഇങ്ങനെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഡയാലിസിസിന്റെ ഫംഗ്ഷൻ നടത്തപ്പെടുന്ന ക്ലിനിക്കിൽ നടക്കുന്ന അതേ ഫംഗ്ഷൻ, അതിനേക്കാൾ പെർഫെക്റ്റഡ് ആയിരിക്കുന്ന ഫംഗ്ഷനാണ് 2 കിഡ്നി നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് അരിപ്പകളിലൂടെ വാർത്തെടുത്തിട്ട് നമ്മുടെ രക്തങ്ങളെ ശുദ്ധീകരിക്കാൻ അല്ലാഹു ചുമതലപ്പെടുത്തിയ കിഡ്നിക്ക് വിശ്രമമില്ല. കണ്ണുറങ്ങിയാലും കാതുറങ്ങിയാലും കൽബുറങ്ങിയാലും ഉറങ്ങാതെ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ഓർഗാൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. അതല്ല മനുഷ്യ, നമ്മുടെ ഇരുവൃക്കകളെ അല്ലാഹു നൽകിയിരിക്കുന്ന ഈ വൃക്കയുടെ ഫംഗ്ഷൻ ഒന്ന് താളം തെറ്റിയാൽ, ഒന്ന് മൂത്രം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബിലേക്ക് പോയി യൂറിൻ ടെസ്റ്റ് നടത്തി ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോ യൂറിന്റെ ടെസ്റ്റിന് വേരിയേഷൻ കടന്നു വരികയാണ്. അതോടുകൂടെ നമ്മുടെ പേര് പിന്നെ കിഡ്നി രോഗി എന്നാണ്. മൻ അറഫ നഫ്സഹു, ആരാണ് സ്വന്തം ശരീരത്തിന്റെ അനാട്ടമി പഠിച്ചത്, ആരാണ് സ്വന്തം ശരീരത്തിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി അന്വേഷണം നടത്തിയത്, ഫഖദ് അറഫ റബ്ബഹു, അവനാണ് റബ്ബിനെ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിലൂടെ അല്ലാഹുവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പഴയ ഉലമാക്കളൊക്കെ അംഫാസിയായ ദിക്ർ നടത്തിയിരുന്നു. അവരതിലൂടെ അല്ലാഹുവിനെ കണ്ടെത്തി. മാഫി ഖൽബി ഇല്ലല്ലാഹ്, എന്റെ ഖൽബിൽ പടച്ച റബ്ബല്ലാതെ മറ്റാരുമില്ല. ചില സൂഫികളുടെ പ്രഖ്യാപനം അങ്ങനെയായിരുന്നു.
പറഞ്ഞു പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാൻ തുടങ്ങി. അതെന്തായിരുന്നു? മാഫി ജൈബി ഇല്ലല്ലാഹ്, എന്റെ പോക്കറ്റിൽ അല്ലാഹു അല്ലാതെ ആരുമില്ല. അപ്പൊ ആളുകളൊക്കെ ഈ പറയുന്ന ആളെ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി, ഭ്രാന്തനാണ്. പക്ഷെ ഹാല് മാറിയ വലിയാണ് എന്ന് മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് ഒരിക്കലും അവസരമുണ്ടായില്ല. അവസാനം പറഞ്ഞു, എന്റെ ശരീരത്തിൽ മുഴുവൻ അല്ലാഹു കേറിയിട്ടുണ്ട്, അതുകൊണ്ട് അനല്ലാഹ്, ഞാൻ തന്നെ അല്ലാഹു ആയിരിക്കുന്നു. അപ്പൊ വലിയായ മനുഷ്യൻ പറഞ്ഞു അനല്ലാഹ്, ഞാനാണ് അല്ലാഹു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അവര് വിചാരിച്ചതാ, ഇദ്ഹബി ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ فأهديك إلى ربك فتخشى فأراه الآية الكبرى ثم أدبر يسعى فحشر فنادى وقال أنا ربكم الأعلى. സൂറത്തു നാസിആത്തിലൂടെ അല്ലാഹു ഫറോവയെ പറ്റി പറയുന്നു, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് ഫിറഔന് പറഞ്ഞു. എന്നാൽ പിൽക്കാലത്ത് വിലായത്ത് മാറി അല്ലാഹുവിലേക്ക് അടുത്ത് അംഫാസിയായ ദിക്ർ ചൊല്ലി എന്റെ ഖൽബിൽ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അതൊന്നും കൂടി മർത്തബ കൂടി, എന്റെ പോക്കറ്റിൽ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അല്ലാഹു തന്റെ ശരീരം മുഴുവൻ പടച്ചറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ആലിമായ വലിയായ മനുഷ്യൻ പറഞ്ഞുപോയി, അനല്ലാഹ്, ഞാൻ മുഴുവൻ അല്ലാഹുവാണ് എന്ന വാക്കിനെ തെറ്റിദ്ധരിച്ചിട്ട് കൊല്ലാൻ ആളുകൾ കടന്നു വന്നു. ഖല്ലാജ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത് അതിന്റെ പേരിലല്ലേ? ചരിത്രം നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ എന്താ? മനുഷ്യന്റെ മാനസികാവസ്ഥക്ക് മതം വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. മനസ്സിന്റെ ഒരുക്കം, ഹൃദയപരത. ഇങ്ങനെ ഹൃദയത്തിന്റെ ഒരുക്കം പഠിപ്പിക്കുന്ന ഒരു ദർശനം ലോക ചരിത്രത്തിൽ മറ്റൊന്നുണ്ടോ എന്ന കാര്യം തന്നെ സംശയജനകമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ മഹാരഥനായ മാലിക് ദീനാറും കൂട്ടരും കേരളക്കരയിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ ഇളനീര് വെട്ടിയിട്ടവരെ സ്വീകരിക്കുന്നത് സഹോദര മതസ്ഥരാണ്. ഇന്നലെ വിനീതനായി ഞാൻ എട്ടിക്കുളം എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രശസ്തമായ മക്ബറ നിലകൊള്ളുന്ന സ്ഥലത്ത് ഉറൂസിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ നേരം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്തുപോവുകയാണ്. എട്ടിക്കുളം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി. അവിടെ ഒരുപാട് അന്ത്യവിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കടൽ കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞ സ്ഥലമാണ്. ഇന്ന് നേവിയുടെ ഒരു പ്രധാന കേന്ദ്രം, കേരളത്തിലെ നാവിക ആർമി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രധാന ഇടത്താവളമായിട്ട് എട്ടിക്കുളം മാറി. കേരളത്തിലേക്ക് അറബ് രാജ്യങ്ങളിൽ നിന്ന് കാറ്റ് ആദ്യത്തെ 4 മാസം അവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ആ സമയത്താണ് അവിടെയുള്ള വിദേശികളായിരിക്കുന്ന അറബികൾ മുഴുവൻ വാണിജ്യാർത്ഥം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം, അല്ലെങ്കിൽ കച്ചവട ആവശ്യാർത്ഥം, അല്ലെങ്കിൽ ഇസ്ലാമിക ദഅവത്തിന്റെ ആവശ്യാർത്ഥം കേരളക്കരയിലേക്ക് അറബ് രാജ്യങ്ങളിൽ നിന്ന് അറബികൾ പായക്കപ്പലിൽ കടന്നു വരിക. അപ്പൊ അവര് പായക്കപ്പലൊക്കെ നിർമ്മിച്ച് അതിന്റെ പായ ശരിക്ക് സ്പ്രെഡാക്കി വെക്കും. ഈ കാറ്റിന്റെ ദിശ ആദ്യത്തെ 4 മാസം നേരെ ഇങ്ങോട്ടായതുകൊണ്ട് അവർക്ക് കാറ്റിന്റെ ദിശയിലേക്ക് പായ പിടിച്ചു കൊടുത്താൽ 60 ദിവസം കൊണ്ട് കേരള തീരത്തെത്തുന്ന ആളുകളുണ്ട്, 90 ദിവസം കൊണ്ട് എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു മിഖ്ദാർ അവർ വെച്ചിരുന്നു, ഒരു ഡയമെൻഷൻ. അത് കഴിഞ്ഞ് അടുത്ത 4 മാസം ഇവിടെ നല്ല കടൽക്ഷോഭമുള്ള സമയമാണ്. കടലങ്ങനെ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെ പായക്കപ്പലുകൾ നങ്കൂരമിടാൻ ഇവർ തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു. കപ്പലുകൾ തകരാതിരിക്കാൻ വേണ്ടി കടലിൽ നിന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ കോസ്റ്റൽ ഏരിയ. അതിൽ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ എട്ടിക്കുളം. മാലിക് ദീനാറൊക്കെ കേരളത്തിലേക്ക് വന്ന ചരിത്രത്തെ പറയുമ്പോ MGS നാരായണനെ പോലെയുള്ള കേരളം കണ്ട പ്രതിഭാധനരായ ചരിത്രകാരന്മാര് അതിനെയൊക്കെ വ്യക്തമായ പഠന വിധേയമാക്കിയിട്ട് ഡോക്ടർ KK കരീമിനെ പോലെയുള്ള ആളുകളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിലെ ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരളയിൽ ഇതൊക്കെ പറയുന്നുണ്ട്.
അവൻ ആദ്യത്തെ 4 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ 4 മാസം ഇവിടെ വലിയ കടൽക്ഷോഭാണ്. അതുകൊണ്ട് ഈ വിദേശികൾക്ക് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ കഴിയൂല എന്ന് മാത്രമല്ല, ഈ പായക്കപ്പലായിട്ട് കടലിലേക്ക് ഇറങ്ങാൻ തന്നെ കഴിയൂല. അപ്പൊ ഇവരുടെ പായക്കപ്പലിന്റെ എന്തെങ്കിലും ഈ വർക്കുകളൊക്കെ ഇവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ ഈ വർക്കുകളൊക്കെ ചെയ്ത് തകരാറൊക്കെ പരിഹരിച്ച് ആ 4 മാസം കേരളക്കരയിലെ കുത്തുബഖാനകളിലൊക്കെ പോയിട്ട് കിതാബ് രചിക്കാനും അതുപോലെ തന്നെ അവിടെ വിജ്ഞാനത്തിന്റെ പ്രസരണം നടത്തുവാനും ദഅവത്ത് നടത്തുവാനും വണിക്കുകളാണെങ്കിൽ കച്ചവടക്കാരാണെങ്കിൽ കച്ചവടം നടത്തുവാനൊക്കെ അവർ 4 മാസം ഇവിടെ യൂട്ടിലൈസ് ചെയ്യും. നെക്സ്റ്റ് 4 months, ലാസ്റ്റ് 4 മാസം, ഒരു വർഷത്തിലെ ലാസ്റ്റ് 4 മാസം, ആ 4 മാസങ്ങളിൽ ഇനി മൂന്നാമത്തെ 4 മാസങ്ങളിൽ കേരളത്തിലേക്ക് ഇങ്ങോട്ട് അടിച്ചു വീശിയ കാറ്റൊക്കെ തിരിച്ച് അങ്ങോട്ട് അറബ് രാജ്യങ്ങളിലേക്ക് അടിച്ചു വീശുന്ന ടൈമാണ്. അപ്പൊ ഇവരുടെ പായക്കപ്പലൊക്കെ റെഡിയാക്കി കാറ്റിന്റെ ദിശക്കനുസരിച്ച് പിടിച്ച് അവരുടെ സ്വരാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകും. ഈ ഒരു പൈതൃകം ശരിക്കും കടലിനെ അറിഞ്ഞ ആളുകളായിരുന്നു അവര് നക്ഷത്രത്തെ പോലും രാശിയാക്കിയിട്ട് നക്ഷത്രത്തെ അടയാളം പിടിച്ചിട്ട് അതിന്റെ ഒരു കോമ്പസ് സ്കെയിലിലൂടെ ദിശ മനസ്സിലാക്കാൻ അവർക്ക് വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ സഹാബികൾക്ക് കിട്ടിപ്പോന്ന ആസ്ട്രോളജിയാണ്. സഹാബികളൊക്കെ ആസ്ട്രോഫിസിഷ്യന്മാരായിരുന്നു എന്നർത്ഥം. സഹാബത്തിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നല്ലോ, എന്റെ സഹാബികൾ വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങളെ പോലെയാണ്. എന്റെ സഹാബത്ത് 1,24,000 പരം വരുന്ന എന്റെ സഹാബികളുടെ ശൃംഖല, അവരെല്ലാം നക്ഷത്രങ്ങളെ പോലെയാണ്. വാനലോകത്തിലെ വെള്ളി നക്ഷത്രങ്ങൾ ഒരാൾ അടയാളം പിടിച്ചാൽ ആ നക്ഷത്രം പിന്നെ അയാളെ പഴപ്പിക്കുന്ന ചരിത്രമില്ല. എന്റെ സഹാബികളും അതുപോലെയാണ്. ആരാണ് എന്റെ സഹാബിയെ പിൻപറ്റിയത്? അവർ ലോക ചരിത്രത്തിൽ പഴച്ച ചരിത്രമേ ഇല്ല. അവരിൽ ആരെ കൊണ്ടാണ് നിങ്ങൾ ഇഖ്തിദാ നടത്തിയത്? നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയെന്ന് 114 മുമ്പ് തന്റെ സഹാബിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ സുതരാം സുവ്യക്തമാണല്ലോ. എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ വ്യക്തമാണ്. പട്ടാപകൽ പോലെ വ്യക്തമായി കിടക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾക്കിടയിലൂടെ പിന്നെ എന്തിനാണ് ശങ്ക? എന്തിനാണ് ശങ്ക? മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ സംസ്കാരത്തിന്റെ പ്രസരണമാണ് ആദ്യമായിട്ട് നടന്നത്. അത് ചരിത്രത്തിലൂടെ കാണാം. സംസ്കാരത്തിന്റെ പ്രസരണം, ദീനിന്റെ ദഅവത്ത് അന്ന് നടന്നത് സ്റ്റേജ് കെട്ടിയിട്ടല്ല, പേജിലൂടെയല്ല. അന്ന് പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. അന്ന് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. അന്ന് ചാനലുകളില്ല. അന്ന് പത്രമാധ്യമങ്ങളില്ല. അന്ന് പീരിയോഡിക്കൽസ് ഇല്ല. അന്ന് ഒന്നുമില്ല, പ്രസിദ്ധീകരണങ്ങളൊന്നുമില്ല. CD ഇറക്കി മതപ്രബോധനം നടത്തുന്ന സിസ്റ്റം ഇല്ല. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, യൂട്യൂബ് ഇല്ല, ഒന്നുമില്ല. ഈ കാലഘട്ടത്തിൽ ലൈഫ്, ദാറ്റ് വാസ് ദി മെസ്സേജ്, ജീവിതമായിരുന്നു സന്ദേശം. മാലിക് ദീനാറും കൂട്ടരും കേരളക്കരയിലൂടെ സഞ്ചരിക്കുമ്പോ അവര് പരസ്പരം അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ഷെയ്ക്ക് ഹാൻഡ്. ഇതിന് പിന്നെ വിദേശികൾ വന്നിട്ട് പഠനം നടത്തി ഷെയ്ക്ക് ഹാൻഡ് മുസ്ലിങ്ങള് ലോകത്തിന്റെ മുമ്പിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്ത ഷെയ്ക്ക് ഹാൻഡ് വലിയ പ്രചാരം ലോക ചരിത്രത്തിൽ അവർക്ക് കിട്ടി. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പഠനം നടത്തിയിട്ട് പറഞ്ഞു, മനുഷ്യന്റെ കൈയിന്റെ ഉൾഭാഗം പാം, ഈ ഉൾഭാഗത്തിലൂടെ ചെറിയ ചെറിയ കുശേരുക്കൾ സഞ്ചരിക്കുന്നുണ്ട്. അത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. ശരീരാവയവത്തിൽ ഒരു ഭാഗത്തും അങ്ങനെയുള്ള കുശേരുക്കൾ ഇല്ല. മൈന്യൂട്ട് നെർവ്സ്, ചെറിയ ഞരമ്പുകൾ. ആ ഞരമ്പുകൾ ശരീരത്തിലെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈയിന്റെ ഉൾഭാഗം മുസാഫാത്ത് ചെയ്യുമ്പോ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം നടത്തുമ്പോ ആ വാക്ക് തന്നെ നിങ്ങൾ നോക്ക്. ഹസ്തം എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ കൈ, ഹാത്ത്, ഉറുദു ഭാഷയിൽ
മലയാളത്തിൽ ഹസ്തം ദാനം ചെയ്യാൻ, കൈ കൊടുക്കാൻ, അതാണ് മുസാഫഹ. ഈ മുസാഫഹത്തിന്റെ പ്രക്രിയ തന്നെ കൈയിന്റെ ഉൾഭാഗം പൂർണ്ണമായും നിങ്ങൾ ആർക്കാണോ ഷെയ്ക്ക് കൊടുക്കുന്നത് അയാളുടെ കൈയിന്റെ ഉൾഭാഗവുമായി പൂർണ്ണമായും സ്പർശനം നടത്തണം. കാരണം അത് നിങ്ങളുടെ മസ്തിഷ്കം തമ്മിലുള്ള സ്പർശനത്തിന് തുല്യമാണ്. മുസാഫഹത്ത് നടത്താൻ പറഞ്ഞു. അഫ്ശുസ്സലാമ ബൈനക്കും. സഹാബികൾ പിന്നെ സലാം പറയുകയാണെങ്കിൽ അവർ പരസ്പരം നിയറസ്റ്റ് ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഒരു ഷെയ്ക്ക് കൊടുക്കും. എപ്പോഴാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നാണ്ട് സഹാബികൾ ഈ പരാതി പറയുന്നത്? പുണ്യ റസൂലേ, മദീന മുനവ്വറയുടെ മസ്ജിദുൻ നബവിയിലേക്ക്, അവിടുത്തെ മിഹ്റാബിലേക്ക് അമ്മി ഇമാമായി നിൽക്കുന്ന മഅ്മൂമിങ്ങളായിട്ട് ഞങ്ങൾ 10,000 സഹാബികൾ കടന്നു വന്നിട്ട് തോളോട് തോളുരമ്മി സഫോട് സഫായി നിസ്കാരത്തിന് തക്ബീർ കെട്ടാറുണ്ട് നബിയേ. എന്നിട്ട് പോലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററുകളുടെ കാതങ്ങളുടെ ദൂരമാണ്. ഞങ്ങളുടെ ശരീരം തോളോട് തോളുരമ്മിയാണ്. പള്ളിയിൽ സഫായി നിൽക്കുമ്പോ ഞങ്ങളുടെ ശരീരം തൊട്ടുരമ്മിയാണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങളുടെ ഹൃദയം കാതങ്ങളുടെ ദൂരമാണ് നബിയേ. അതിനൊരു പരിഹാരം വേണം എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് സഹാബികളെ പരാതി പറയുമ്പോ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി മദീനയുടെ മണലാരണ്യത്തിൽ ബൈനക്കും. സഹാബികളെ, അതിനുള്ള പോംപടി നിങ്ങളെ പരസ്പരം സലാം പറയലാണ്. സലാം പറയുമ്പോ അത് നോട്ട് ഓൺലി എ സ്റ്റേറ്റ്മെന്റ് ബട്ട് ആൾസോ അറ്റാച്ച്മെന്റ്. ഇതൊരു വാക്ക് മാത്രല്ല, ഇത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു നൂൽബന്ധമാണ്. അനസ് റളിയല്ലാഹു അൻഹു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സഹാബിയാണ്. അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. വകാന യുഖദ്ദിമു തയാമുന ഫീ തറജ്ജുലിഹി വതനഉലിഹി വഫീ ഉമൂരിഹി വശുഊനിഹി കുല്ലിഹി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് കൈയിന് പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു, വലത് ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലിന്റെ ചെരുപ്പാണ് ആദ്യം ധരിച്ചിരുന്നത്. മുടി ചീകുമ്പോ വലത് ഭാഗത്ത് നിന്നാണ് ആദ്യം മുടി ചീകിയിരുന്നത്. ഖമീസ് ധരിക്കുമ്പോ പോലും വലത് കൈയിനാണ് അല്ലാഹുവിന്റെ റസൂൽ മുൻഗണന കൊടുത്തിരുന്നത് എല്ലാ വിഷയത്തിലും. അവിടെ നിന്ന് പറയാൻ وما شممت رائحة أطيب من كف رسول الله صلى الله عليه وسلم. അതേ സഹാബി തന്നെയാണ് പറയുന്നത്, ഒരു പട്ട് പോലും ഞാൻ തൊട്ടുപോയിട്ടില്ല എന്റെ ഈ ജീവിതകാലത്ത്. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ കയ്യിനേക്കാൾ മൃദുലമായ, അതിനേക്കാൾ ലോലമായ ഒരു പട്ട് പോലും മനസ്സ് തൊട്ടിട്ടില്ല. ഒരു സുഗന്ധം പോലും ഞാൻ സ്മെല്ല് ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിനേക്കാൾ സുഗന്ധപൂരിതമായ ഒരു പെർഫ്യൂം പോലും ഞാൻ സ്മെല്ല് ചെയ്തിട്ടില്ല. അതവിടുത്തെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നബി തങ്ങൾ മുസാഫഹ ചെയ്യുമ്പോൾ 2 കൈയും കൂട്ടിയിട്ടായിരുന്നു മുസാഫഹ ചെയ്തത്. സഹാബികൾ തന്നെ പറയാൻ, അവിടുത്തെ 2 കൈയിന്റെയും ഉള്ളിൽ ഞങ്ങളുടെ കൈകൾ വീർപ്പുമുട്ടാറുണ്ടായിരുന്നു. അപ്പൊ എന്താ, ആ ഒരു ഹാബിറ്റ് ജനങ്ങളെ പഠിപ്പിക്കൽ നമ്മുടെ ദൗത്യമാണ്. ഇപ്പൊ ഈ നഴ്സറി വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരം വന്നതിന് ശേഷം നമ്മുടെ കുട്ടികൾ നേരം വിളിച്ചാൽ ഗുഡ് മോർണിംഗ്, കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും പറഞ്ഞതിന്റെ ശേഷമുള്ള ഒരു ഗുഡ് മോർണിംഗ്, വെൽഡൺ, അതിന് കുഴപ്പമില്ല. കുറച്ചുകൂടി കഴിയുമ്പോ പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ, അല്പ കൂടി കഴിയുമ്പോ പിന്നെ ഗുഡ് ഈവനിങ്, രാത്രിയായാൽ സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗുഡ് നൈറ്റ്.
10 വർഷം മുമ്പൊക്കെ നമ്മുടെ മക്കള് ബെഡിലേക്ക് കിടക്കാൻ പോയപ്പോ ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ പേര് കൊണ്ട് വദഅതു ജംബി, എന്റെ ശരീരത്തെ ഞാനിതാ ബെഡിലേക്ക് വെക്കുകയാണ് തമ്പുരാനെ, വബിക അർഫഉഹു, നാളെ നേരം പുലർന്നാൽ ഈ ഉറങ്ങിയ ശരീരം ബെഡിൽ നിന്ന് നാളെ സുപ്രഭാതത്തിൽ എണീക്കണമെങ്കിൽ അല്ലാഹുവേ ഞാൻ എന്റെ ശരീരത്തെ ബെഡിൽ നിന്ന് എണീപ്പിക്കണമെങ്കിൽ നീ എന്റെ റൂഹിനെ എനിക്ക് നൽകണം, എന്റെ റൂഹിനെ നീ കൊണ്ടുപോകാതെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ എന്റെ പേര് മയ്യത്താണ് തമ്പുരാനെ. ഉമ്മ വന്നിട്ട് മക്കളോട് പറയാണ്, മക്കളെ നമ്മുടെ ബാപ്പ നിങ്ങളുടെ ഉപ്പ ഇന്നലെ രാത്രി ബെഡ്റൂമിൽ പോയിട്ട് കിടന്ന മനുഷ്യനാണ്. 6:30 മണിയായി സമയം, എന്നും 4:30 മണിക്ക് തഹജ്ജുദിന് എണീക്കുന്ന മനുഷ്യനാണ്. സുബഹിന്റെ ബാങ്ക് മുഴങ്ങുന്നതിന്റെ മുമ്പ് നമ്മുടെ വീട്ടിൽ എണീറ്റിട്ട് ലൈറ്റിടുന്നത് നിങ്ങളുടെ ഉപ്പയാണ് മക്കളെ. ആ പിതാവ് 6 മണിയായിട്ടും എണീറ്റ് കാണുന്നില്ല. എന്റെ പൊന്നുമക്കളെ ഒന്ന് പോയിട്ട് ഉപ്പാനെ വിളിക്ക് എന്ന് പറയുമ്പോ മക്കള് പോയിട്ട് ബെഡ്റൂമിൽ പോയി ഉപ്പയെ വിളിച്ചപ്പോ മിണ്ടാട്ടില്ല. അടുക്കളയിൽ വന്നിട്ട് ഈ കുട്ടികള് ഉമ്മയോട് പറയാണ്, ഉമ്മ ഞങ്ങള് ഉരുട്ടി ഉരുട്ടി വിളിച്ചു, വാപ്പാക്ക് മിണ്ടാട്ടമില്ല, വാപ്പാക്ക് അനക്കമില്ല. അപ്പോഴേക്ക് ആളുകൂടി, അയൽപ്പക്കക്കാര് കടന്നു വന്നു, ചെറുപ്പക്കാര് കടന്നു വന്നു. ക്ലിനിക്കിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നപ്പോ ഡോക്ടർ കൈ പിടിച്ചിട്ട് പറഞ്ഞു പോയി, ഇത് മരിച്ചു പോയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഉറക്കിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾക്ക്, മരണങ്ങൾക്ക് വൈദ്യശാസ്ത്രം ഒരു ഓമനപ്പേര് കൊടുത്തുപോയി, സൈലന്റ് അറ്റാക്ക്. ആ ഓമന പേര് കൊടുത്തിട്ട് ഡോക്ടർ ക്ലിനിക്കിലേക്ക് തിരിച്ചുപോയി. അവിടെയാണ് നമ്മൾ ഈ ദിക്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. 10 കൊല്ലം മുമ്പ് നമ്മുടെ കുട്ടി പോലും അടുക്കളയിൽ പണിയെടുക്കുന്ന ഉമ്മാനോട് സലാം പറഞ്ഞിട്ട് ഉറങ്ങാൻ പോകുമ്പോ അവന്റെ ശരീരത്തെ അവൻ ബെഡിലേക്ക് കടത്താൻ വേണ്ടി കൊണ്ടുപോകുമ്പോ അല്ലാഹുവിനോട് പറയുകയാണ്, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു, അല്ലാഹുവേ നാളെ നേരം പുലർന്നാൽ ഞാൻ എന്റെ ശരീരത്തെ ബെഡിൽ നിന്ന് ജീവനോടുകൂടെ ഉയർത്തണമെങ്കിൽ നിന്റെ തൗഫീഖ് വേണം തമ്പുരാനെ. ഇല്ലെങ്കിൽ എന്നെ പറ്റി പറയും അറ്റാക്ക് എന്ന്, ഇല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ നാളെ രാവിലെ എന്റെ ബെഡിന്റെ ചുറ്റുവട്ടങ്ങളിൽ ആളുകൂടും. ഇത്രകാലം എന്നെ ഉപ്പ എന്ന് വിളിച്ചവർ മയ്യത്ത് എന്ന് വിളിക്കും, ഇത്രകാലം പൊന്നുമോനെ എന്ന് വിളിച്ചവർ മയ്യത്തേ എന്ന് വിളിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നംസക്ത നഫ്സി, ഉറക്കിൽ വെച്ചെങ്ങാനും എന്റെ റൂഹിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹാ, ആ ആത്മാവിന് റഹ്മത്ത് കൊടുക്കണേ തമ്പുരാനെ. വ ഇന്നർസൽതഹാ, എന്റെ ഉറക്കിൽ വെച്ച് എന്റെ റൂഹ് പിടിക്കാതെ എന്നെ ഒന്നുകൂടി ജീവിതത്തിലേക്ക് നീ റിലീസാക്കി പറഞ്ഞേക്കുകയാണെങ്കിൽ ഫഹ്ഫദ്ഹാ, ആ ആത്മാവിനെ സംരക്ഷിക്കണേ തമ്പുരാനെ. അതേതുപോലെയാണ് ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ ആളുകളുടെ ആത്മാവിനെ, അവരുടെ റൂഹിനെ എപ്രകാരമാണോ തമ്പുരാനെ നീ സംരക്ഷണം കൊടുത്തത്, അതുപോലെ എന്റെ റൂഹിനും സംരക്ഷണം തരണേ അല്ലാഹ്. അത് പറയുന്നൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടുത്ത് നീ എഗ്രിമെന്റ് വന്നു, ആ സംസ്കാരം ഉണ്ടോ? അവിടെയാണ് സലാമിന്റെ മഹാത്മ്യം പുതിയ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണർത്തേണ്ടത്. ഗുഡ് മോർണിംഗ് നേരം വെളുത്തു കഴിഞ്ഞാൽ, ഗുഡ് നൈറ്റ് രാത്രിയായി കഴിഞ്ഞാൽ, നമ്മുടെ കമ്പാനിയൻ ഗൾഫിലുണ്ട്, അബ്രോഡാണ്, അയാൾ പ്രവാസിയാണ്, ഇവിടുന്ന് വിളിച്ചിട്ട് നമ്മൾ ഹലോ ഗുഡ് നൈറ്റ്, എന്നാ ഉറങ്ങല്ലേ ഗുഡ് നൈറ്റ്, ഒരു സലാമിന്റെ അകമ്പടി പോലുമില്ലാതെ ഫോണ് കട്ട് ചെയ്യുന്ന തൊലിക്കട്ടി അപാരമാണ്. അല്ലെങ്കിൽ ഈ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് ഒക്കെ ഭൂഖണ്ഡം കഴിഞ്ഞാൽ ഇതിന്റെ ഗ്യാരണ്ടി പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ഫ്രണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അവന് ഫോൺ ചെയ്യുകയാണ്, മറുതലയിൽ അവൻ നിങ്ങളുടെ ഫോൺ ആക്സെപ്റ്റ് ചെയ്തു, അറ്റൻഡ് ചെയ്തു, അവനോട് നിങ്ങൾ സംസാരിച്ചു. ഇവിടെ രാത്രിയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ അമേരിക്കയിൽ പട്ടാപകലയാണ്. അമേരിക്കയിലെ നട്ടപ്പാതിര നമ്മുടെ നാട്ടിലെ പട്ടാപകലയാണ്. ഇവിടെ രാത്രി ഫോൺ അറ്റൻഡ് ചെയ്ത് നമ്മുടെ സഹൃദയൻ അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പട്ടാപകല
സമയത്ത് അമേരിക്കയിലുള്ള നമ്മുടെ സുഹൃത്തെ അക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലും ശരിയാകൂല. അപ്പൊ അവനെ കരുതിയിട്ട് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാലോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയൂലേ ഇവൻ കുട്ടിയാണ് എന്ന് നമ്മളെപ്പറ്റി വിലയിരുത്തൂലേ? അതിനാണ് പട്ടാപകൽ എന്ന് വേണ്ട, നട്ടപ്പാതിര എന്ന് വേണ്ട, ഏർലി മോർണിംഗ് എന്ന് നോക്കണ്ട, ഈവനിംഗ് ആണോ എന്ന് നോക്കണ്ട, മിഡ് നൈറ്റ് ആണോ എന്ന് നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മതസ്ഥനായ സഹോദരനോട് പറഞ്ഞോളൂ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏത് സമയം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാലാതീതമായ അഭിവാദന പ്രക്രിയ അതാണ് അഫ്ശുസ്സലാമ ബൈനക്കും. സഹാബികൾ വന്നാണ്ട് മുസ്തഫാ നബി തങ്ങളോട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്തോ ഒരു മെസ്മറിസം ഈ സലാമിലുണ്ട് നബിയേ, ഈ സലാമിൽ എന്തോ ഒരു മാസ്മരികതയുണ്ട് നബിയേ, ഞങ്ങൾക്കിടയിൽ വല്ലാത്ത സൗഹൃദം പൂത്തുല്ലസിച്ചു നബിയേ. അന്ന് സലാമിന്റെ പ്രാധാന്യം പിടുത്തം കിട്ടിയിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് സഹാബികൾ പറയാ, ഞങ്ങൾ രണ്ടുപേര് രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ കോൺവെർസേഷൻ നടത്തിയിട്ട് സംഭാഷണം നടത്തിയിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഈത്തപ്പനയുടെ മറവ് വന്നാൽ വീണ്ടും ഞങ്ങൾ റീഫേസ് ചെയ്യും. വീണ്ടും കണ്ടുപിട്ടുമ്പോ അസ്സലാമു അലൈക്കും ഒരു ഷെയ്ക്കാൻ കളിയാക്കേണ്ടല്ല. പിന്നെ പഠിച്ചോനെ വീണ്ടും ഇതിന്റെ പ്രാധാന്യം പുണ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അവർ വീണ്ടും സലാം പറയാൻ മത്സരിച്ച് കടന്നു വരുമായിരുന്നു എന്ന് പൂർവകാല സഹാബത്തിന്റെ കഥകൾ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൈതൃകങ്ങളെ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ തള്ളിക്കളഞ്ഞതാണ് പുതിയ ലോകത്തിന്റെ പരാജയം. നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇന്ന് വിരുന്നു വന്നിരിക്കുന്ന അതിഥി അസംസ്കാരികതയുടെ അതിഥിയാണല്ലോ. റിയാലിറ്റി ഷോയിലേക്ക് ഹജ്ജ് ചെയ്ത മാതാവ്, പർദ്ദയിട്ട മാതാവ്, ഹിജാബിട്ട മാതാവ്, മഫ്തയിട്ട മാതാവാണ് തന്റെ മകളെ മാപ്പിളപ്പാട്ട് പാടിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. സ്റ്റുഡിയോ റൂമിൽ വെച്ചിട്ട് അർദ്ധനഗ്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഈ മോള് പാട്ടും ഡാൻസും ഒക്കെ നടത്തുമ്പോ പർദ്ദയിട്ട ഉമ്മാന്റെ കയ്യിലേക്ക് ജഡ്ജസ് മൈക്ക് കൊടുക്കുമ്പോ ഈ ഉമ്മ തന്നെ പറയാൻ, എന്റെ മകളുടെ ടോട്ടൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും, അതുകൊണ്ട് ഞങ്ങളുടെ തറവാടിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് മനുഷ്യന്മാരെ ഇന്നാലിന്ന ഫോർമാറ്റിലേക്ക് SMS ചെയ്തിട്ട് എന്റെ മകളെ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ശഫാഅത്ത് വാങ്ങുന്ന നമ്മില്ല. ഈ തൊലിക്കട്ടി അപാരാണ്. പുതിയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ കൊയിലാണ്ടിന്ന് ഒളിച്ചാടിപ്പോയ പെൺകുട്ടി. അതൊരു ഡ്രാമയായിരുന്നു, ഒരു നാടകം. മുറച്ചെറുക്കൻ ചെറുപ്പക്കാരനായ പുതിയാപ്പിള അപ്പുറത്ത് വന്നിരിക്കുക. അവൻ മണവാട്ടിയെ പുതുക്കം കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് മണിയറയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി വന്നു നിൽക്കുമ്പോ ഇവളെ വീട്ടില് അണിഞ്ഞൊരുങ്ങിയ പുതുനാരിയെ പോലെ നല്ല ആഭരണങ്ങൾ ജ്വൽസൊക്കെ ശരിക്കും അണിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട്, ക്യൂടെക്സ് ഇട്ട്, ഐഷാഡോ ഇട്ട്, ഐലൈനർ ഇട്ട്, റോസ് പൗഡർ ഇട്ട് എല്ലാം കൊണ്ടും ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴാണ് ഇവരുടെ തന്നെ ഡിഗ്രി ക്ലാസ്മേറ്റ്സ് ആയിരിക്കുന്ന 4 ഫ്രണ്ട്സ്, ഗേൾസ്, പെൺകുട്ടികൾ വന്നാണ്ട് ഒരു നാടകം ഒപ്പിക്കുന്നത്. ഇവിടെ ഉമ്മാന്റെയും ജ്യേഷ്ഠത്തിമാരെയും എടുത്തു വന്നാണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ സെൽഫി എടുക്കാനൊന്ന് പുറത്തു കൊണ്ടോട്ടെ. ഇപ്പൊ അതിന്റെ കാലാണല്ലോ. ഇപ്പൊ പത്രം എടുക്കാൻ വയ്യ, സ്ഥാനാർത്ഥികൾ മറ്റോലെ കൂടെ സെൽഫി എടുക്കുക, സ്ഥാനാർത്ഥികളെ കൂടെ വേറെ ആൾക്കാർ സെൽഫി എടുക്കുക. എല്ലാ വിഭാഗവും വളരണം, ഈ നാട് തുടരണം, ഈ ഭരണം എന്ന് പറയുന്ന ആൾക്കാരും എല്ലാം ശരിയാകും LDF വന്നാൽ എന്ന് പറയുന്ന ആൾക്കാരും ഈ വിഷയത്തിൽ അതീതരല്ല അല്ലെ. രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യനെ കാണാൻ ഇന്ന് കഴിയണില്ലല്ലോ. വലിയൊരു വിഷയമാണ്. റോമാ സാമ്രാജ്യത്തിന്റെ നടുത്തടത്തിലൂടെ സൂര്യൻ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മണരാരണ്യത്തിലൂടെ, റോമാ സാമ്രാജ്യത്തിന്റെ മണരാരണ്യത്തിലൂടെ റാന്തൽ വിളക്ക് കത്തിച്ചിട്ടൊരു മനുഷ്യൻ നടന്നുപോയി. ആരെയായിരുന്നു ആ മനുഷ്യൻ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ആ മനുഷ്യനെ മറക്കാൻ സാധ്യമല്ല. ആ മനുഷ്യനാണ് പണ്ഡിതനായ, ബുദ്ധിജീവിയായ, തത്വശാസ്ത്രജ്ഞനായ, തത്വചിന്തകരായ, ലോകം അത്ഭുതത്തോടുകൂടെ അംഗീകരിച്ചു പോയ പ്രതിഭയായ ഡയോജനിസ്. ഡയോജനിസ് എന്ന് പറയുന്ന ലോകം കണ്ട ആരാധ്യനായ മനുഷ്യനാണ്. റോമാ മണരാരണ്യത്തിലൂടെ സൂര്യൻ നട്ടുച്ച നേരത്ത്, മധ്യാഹ്ന നേരത്ത് ആകാശഗംഗയിൽ ഉജ്ജ്വലമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശമാനമായ സന്ദർഭത്തിലാണ് റോമയുടെ ഒരു ആദരണീയനായ പണ്ഡിതൻ ഡയോജനിസ് റാന്തൽ വിളക്ക് കത്തിച്ചിട്ട് മണരാരണ്യത്തിലൂടെ നടന്നു പോകുന്നത്. ആളുകൾ
വന്നിട്ട് ഡയോജനിസിനോട് ചോദിക്കുകയാണ്, അല്ല പ്രിയപ്പെട്ട ഡയോജനിസ്, എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പകൽ സമയത്ത്, വെളിച്ചം ഇഷ്ടം പോലെയുള്ള ഈ സന്ദർഭത്തിൽ എന്തിനാണ് നിങ്ങൾ ഒരു റാന്തൽ വിളക്ക് കത്തിച്ചിട്ട് നടക്കുന്നത്? നിങ്ങൾ ഇത്ര ബുദ്ധിശൂന്യനായോ? ആ ചോദ്യത്തിന്റെ മറുപടി എന്നോണം ഡയോജനിസ് ജനങ്ങളോട് പറഞ്ഞുപോയി, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. ആളുകൾ പിന്നെ അടുത്ത ചോദ്യത്തിന് മുതിർന്നില്ല. അടുത്ത ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതേതാവണം, ഞങ്ങളൊന്നും മനുഷ്യരല്ലയോ? അതിന് ഡയോജനിസ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചവർ വഷളാകും. അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യം വേണ്ട എന്ന് ചോദ്യകർത്താക്കൾ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് ഡയോജനിസ് പറഞ്ഞുപോയി, ഇന്നത്തെ മനുഷ്യന്റെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇരുട്ട് മൂടിയിരിക്കുകയാണ്. അവന് എന്നെ കാണാനും കഴിയൂല, എനിക്ക് അവനെ കാണാനും കഴിയൂല. ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാണ് മനുഷ്യൻ. രാഷ്ട്രീയത്തിന് അതീതമായി, സംഘടനക്ക് അതീതമായി, ആദർശങ്ങൾക്ക് അതീതമായി ഇന്ന് ഏകോദര സഹോദരനെ കാണാൻ നമുക്ക് സാധ്യമല്ലാതെ പോയ പുതിയ ലോകത്തിന്റെ മുമ്പിൽ ഡയോജനിസ് പറഞ്ഞ പോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യനെ കാണാൻ പ്രയാസപ്പെട്ടു എന്ന് കേരള ജനതക്ക് പറയേണ്ട ഗതികേടാണ്. ഇവിടെയാണ് നമ്മുടെ അസ്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. വൈലോപ്പിള്ളി എന്ന് പറഞ്ഞ മലയാളത്തിന്റെ മഹാരഥനായ കവി പാടിപ്പോയി, നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിരന്നിരിക്കലും വികൃതമെങ്കിലും, ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ ആശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. അന്യ സഹോദരന്റെ സ്നേഹത്തിൽ സ്നേഹം കണ്ടെത്താനും അവന്റെ ദുഃഖത്തിൽ ദുഃഖം കണ്ടെത്താനും, അവൻ ദുഃഖിക്കുമ്പോ നമ്മൾക്കൊരു സങ്കടം വരണം. പരിശുദ്ധ റസൂലേ, എന്റെ ഈമാൻ എപ്പോഴാണ് പൂർത്തിയാകുന്നത്? അവിടെന്ന് മറുപടി പറഞ്ഞുപോയി, ഹത്താ തുഹിബ്ബ ലി അഖീക മാ തുഹിബ്ബു ലി നഫ്സിക. നിന്റെ ശരീരത്തിന് വേണ്ടി എന്തൊക്കെ കിട്ടണം, ആ വസ്തുക്കളെയൊക്കെ അതേ ക്വാണ്ടിറ്റിയോടെ അതേ ക്വാളിറ്റിയോടെ എന്റെ സഹോദരന് വേണ്ടി കൂടി കിട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്നത് വരെ നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല. സഹോദര്യ ബന്ധങ്ങൾക്ക് ഇസ്ലാം കൊടുക്കുന്ന മൂല്യം. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? ഇപ്പൊ വെള്ളോപയോഗം, ജലോപയോഗം എല്ലാം കരുതി വെക്കാനാണ് ദീനുൽ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പ്രാവശ്യം വുദു എടുക്കാൻ വേണ്ടി, ഒരു അവയവം കഴുകാൻ വേണ്ടി 3 പ്രാവശ്യം വെള്ളമെടുത്തോനെ. ആ 3 പ്രാവശ്യത്തെ കഴുകലിലൂടെ അവയവത്തെ പൂർണ്ണമായും നനച്ചോനെ. വുദുഇന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഇനി 4മതൊരു പ്രാവശ്യം അതേ അവയവം കഴുകാൻ വേണ്ടി നീ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പരിശുദ്ധ മതം പറയുന്ന ഒരു പദപ്രയോഗമുണ്ടെങ്കിൽ അത് അക്രമമാണ്. എന്ന വാക്കിന്റെ താരീഫ് തന്നെ ചില സാധനങ്ങളെ അസ്ഥാനത്ത് വെക്കുക. അപ്പൊ സംസ്കാരം പ്രകടിപ്പിക്കേണ്ടടുത്ത് അസംസ്കാരികത പ്രകടിപ്പിക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. നമ്മളൊക്കെ വെള്ളത്തിന്റെ വിഷയത്തിൽ എത്ര സൂക്ഷ്മത പുലർത്തണം. 8 കോലും 12 കോലൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ സുലഭമായി സിർ എന്ന് പറഞ്ഞിട്ട് വെള്ളം നിർഗളിച്ച കിണറുകളൊക്കെ ഇന്ന് 100ഉം 120ഉം അടി ബോർവെല്ല് കുഴൽ കിണർ അടിച്ചിട്ട് ഒഴിവാക്കപ്പെടുകയാണ്. കിട്ടുന്നില്ല, വെള്ളമില്ല. വെള്ളം എല്ലായിടത്തുണ്ട് സർവത്ര, പക്ഷേ തുള്ളി കുടിക്കാനില്ല. ഒരിറ്റ വെള്ളത്തിന്റെ കാഠിന്യം ഇപ്പൊ കേരളക്കാരന് മനസ്സിലായി. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ ചൂടിന്റെ പരിഭവങ്ങളെ പറ്റി പങ്കുവെക്കാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന പ്രവാസിയായ സുഹൃത്ത് നമ്മുടെ മലയാളികൾ അങ്ങനെ കണ്ടിട്ട് ഗൾഫിലെ ചൂടിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇവന്റെ പുറത്തൊരു പാട് കണ്ടത്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോ സൂര്യാഘാതാണെന്ന് പറഞ്ഞു. ഗൾഫുകാരൻ പറഞ്ഞു, എന്നാൽ എന്റെ ഗൾഫ് തന്നെയാണ് ഇതിലും ഭേദം. സൂര്യാഘാതം ഏറ്റിട്ട് മനുഷ്യന്മാർ എത്ര ആളുകളാണ് ഈ വർഷം മരിച്ചുപോയത്? ആരാണ് മാറ്റിയത്? ظهر الفساد في البر والبحر بما كسبت أيدي الناس.
നമ്മുടെ കൈകൾ സമ്പാദിച്ചതിന്റെ ഇമ്പാക്റ്റാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയ ക്ഷാമവും ദാരിദ്ര്യവും വരൾച്ചയും എർത്ത് കേക്ക്, ഭൂകമ്പം, വോൾക്കാനോ, അഗ്നിപർവ്വത സ്ഫുലിംഗങ്ങൾ, സുനാമി, കത്രീന, ഗോനോ, എത്രയെത്ര ഓമന പേര് കൊടുത്തിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ് വന്നത്, സംഹാര താണ്ഡവം മുഴക്കിയിട്ട് കടന്നുപോയത്. അതുകൊണ്ട് വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇലതി, എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാര്, നല്ല ജിംനേഷ്യത്തിലൊക്കെ പോയി ബോഡി ബിൽഡപ്പ് ഒക്കെ നടത്തിയ ശരീരം, ബോഡി ഫിറ്റ്നസ് നടത്തിയ ശരീരം, ആ ബോഡിയും ആ പവറും ഇങ്ങനെ കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു, ഓ വാട്ട് എ പവർഫുൾ ബോഡി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശരീരത്തിലേക്ക് ഈ അടുത്തൊന്നും കൊളസ്ട്രോൾ കയറൂല, നിന്റെ ശരീരത്തിലേക്ക് ഈ അടുത്തൊന്നും ഷുഗർ വരൂല, നിനക്ക് ഈ അടുത്തൊന്നും മറ്റെന്തെങ്കിലും അസുഖങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നീ ഫുൾ ടൈം എക്സസൈസ്, നീ ഫുൾ ടൈം വ്യായാമം, ഇങ്ങനെ പോകുന്ന ഒരാളാണ്. എന്നാ അങ്ങനത്തെ ആളുകളെ പറ്റിയാണ് നമ്മൾ പത്രദ്വാര റിപ്പോർട്ട് കാണുന്നത്. ഒരു കാരണവും കൂടാതെ പൊടുന്നനെ മരിച്ചുപോയി. വൈദ്യശാസ്ത്രം പോലും കൈ മലർത്തിപ്പോയി. എന്താണ് മരണകാരണം? ആബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രി കട്ടിലാളെ കൈമാറുന്നു, ആംബുലൻസിൻ ഭീതി നമ്മെ നടുക്കുന്നു, ആതുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരുമറിയാ ശ്മശാനവും പുൽകുന്നു. എത്ര പെട്ടെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലെ കട്ടിലിൽ ഇന്നലെ കിടന്ന രോഗി എവിടെയെന്ന് ഇന്ന് പോയിട്ട് നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് പോയിട്ട് ചോദിക്കുമ്പോ അയാള് പറയാണ്, ആ രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോയി ബന്ധുമിത്രാദികള് 6 അടി മണ്ണിൽ മറവ് ചെയ്യാൻ. അപ്പൊ ഈ കട്ടിലിൽ കിടക്കുന്ന പുതിയ മനുഷ്യനാരാണ് എന്ന് ആളുകൾ ചോദിക്കുമ്പോ ഈ സെക്യൂരിറ്റിക്കാരൻ മറുപടി പറയുകയാണ്, ആശുപത്രി കട്ടിലാണ് കൈമാറുന്നു, ആംബുലൻസിൻ വീജി നമ്മെ നടുക്കുന്നു. ദൈനംദിനം നമ്മുടെയൊക്കെ മുമ്പിലൂടെ സൈറൺ മുഴക്കിയിട്ട് നാഷണൽ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞ് കടന്നു പോകുന്ന ആംബുലൻസുകളെ നമ്മൾ കാണാനിട്ടല്ല, കാണാറുണ്ട്. ഇന്നത്തെ പത്രത്തിന്റെ ചരമകോളത്തെ നാളെയുടെ ചരിത്രമാക്കുന്ന രീതിയിൽ ഇന്നത്തെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മരിച്ചുപോയ ആളുകൾ പഴങ്കഥയാകുന്ന രീതിയിൽ നാളെയുടെ പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന പത്രദ്വാര കടന്നു വരുന്ന ചരമകോളത്തിലെ റിപ്പോർട്ടുകൾ ഇന്നലെ മരിച്ചവരെ പറ്റിയിട്ടുള്ള ഓർമ്മകളെ നമ്മളിൽ നിന്ന് മറപ്പിക്കുകയാണ്. പിന്നെ പുതിയ ഓർമ്മകളായി കാലച്ചക്ര അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? അതിന്റെ കൂട്ടത്തിൽ നമ്മളും ഒരു ബലിയാട്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ, ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, പിടിമണ്ണെ വാരിയെറിഞ്ഞതത്ഭുതമല്ലേ, മേടയ്ക്ക് പകരം ബാണമാ സുബ്ഹാന, തനിച്ചേകനായി കിടക്കേണ്ടതാണ് സമാന, കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ, സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മഖ്ബറ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. ഇതെല്ലാ ആളുകളും കാണാനുള്ളതാണ്.
ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മുത്തസബ്ബിഫായ തസബ്ബുഫിന്റെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിതനായ ഒരു മനുഷ്യന് പറഞ്ഞുപോയി, നമ്മുടെ രാജ്യത്തിലുള്ള ഓരോ മഹല്ലിലെയും പള്ളിക്കാട്ടുകളിലെ ഖബർസ്ഥാനുകള് ഓരോ ഖബറിനും ഓരോ ദാഹമാണ്. നമ്മുടെ മഹല്ലത്തിലെ പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലുള്ള ഓരോ ഖബറുകൾക്കും ഓരോ ദാഹമാണ്. ഒരു ഖബർ വിളിച്ചു പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് 35കാരന്റെ ശരീരം വരട്ടെ, എന്നാലേ എന്റെ വിശപ്പ് തീരൂ. അപ്പോഴാണ് മറ്റേ ഖബർ പറയുന്നത്, അതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാലിയായി കിടക്കുന്ന ഖബർ പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് 25 വയസ്സുള്ള യുവതി കടന്നു വന്നാലേ എന്റെ ദാഹം തീരുകയുള്ളൂ. അപ്പുറത്തു നിന്ന് അതേ ഖബർസ്ഥാനിലെ മറ്റൊരു ഖബർ വിളിച്ചു പറയുകയാണ്, 45 വയസ്സുകാരൻ വന്നാലേ എന്റെ വിശപ്പ് തീരൂ. അപ്പോഴാണ് മറ്റൊരു ഖബർ വിളിച്ചു പറഞ്ഞത്, ഞാൻ 15കാരനെ കൊണ്ട് തൃപ്തിപ്പെടാം. ഓരോ ഖബറിനും ഓരോ ദാഹമാണ്. അല്ലാഹു ആ ഖബറുകളോട് പറയും, നിന്റെ ദാഹം ഞാൻ ക്ഷമിപ്പിച്ചേ അടങ്ങൂ. ഖബർ പറയും, എന്റെ ദാഹം ക്ഷമിപ്പിച്ചേ തീരൂ. ഖബർ ഏത് പ്രായക്കാരന് വേണ്ടിയിട്ടാണ് ദാഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രായക്കാരനെ അല്ലാഹു ഖബറിന് കൊടുത്തോണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഓരോ ഖബറുകളുടെ അവകാശികളാണ് നടത്തുന്നത്. തഫ്സീറിലെ മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, 4ാമത്തെ മാസം മാതാവിന്റെ വയറ്റിൽ നമ്മൾ ഭ്രൂണമായിട്ട് കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഡ്യൂട്ടിയും മേജർ ഡ്യൂട്ടീസ് ഒക്കെ ഏൽപ്പിക്കാറുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. പക്ഷേ ഗർഭിണിയായ മാതാവിന്റെ ഭ്രൂണത്തിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിക്കേണ്ട ചുമതല അല്ലാഹു കൊടുക്കുന്നത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. നിബിതങ്ങളോട് സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് അത്തരം കാര്യങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമാണല്ലോ നിർവഹിക്കാറുള്ളത്? 4ാമത്തെ മാസം മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഭ്രൂണത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കാനുള്ള ഡ്യൂട്ടി എന്തുകൊണ്ടാണ് പടച്ചതമ്പുരാൻ അസ്രായീലിനെ ഏൽപ്പിച്ചത് അലൈഹിസ്സലാത്തു വസ്സലാം? അതിന് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു പോയി, സഹാബികളെ, ആ റൂഹിനെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകേണ്ട ചുമതലയും അതേ മലക്കിന്റെ മുകൾ ചുമതലയിലാണ്. അതുകൊണ്ട് അത് സന്നിവേശിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും അല്ലാഹു അസ്രായീലിനെ ഏൽപ്പിച്ചു പോയി. സഹാബ, അവിടെ ചില മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടു, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാതാവിന്റെ വയറ്റിലേക്ക് റൂഹ് ഊതുന്ന സമയത്ത് ഒരു ഗൗപ്യമായ അഗോചരമായ നയനങ്ങളെ കൊണ്ട് കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള സൂക്ഷ്മമായ ഒരു പൊടിയുടെ അംശം ആ റൂഹിന്റെ കൂടെ മാതാവിന്റെ വയറ്റിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ്. ഏതാണ് ആ പൊടി? ഏതാണ് ആ പൊടിയുടെ അംശം? അവൻ ഏത് മണ്ണിൽ പോയിട്ടാണോ കിടക്കേണ്ടത്, ഏത് ഖബറിൽ പോയിട്ടാണോ കിടക്കേണ്ടത്, ആ സ്ഥലത്തുള്ള ഖബറിന്റെ മണ്ണാണ്, മണ്ണിന്റെ അംശമാണ് എന്ന് പോലും പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടു പോയി. നമ്മൾ കിടക്കേണ്ട ഒടുക്കത്തെ സ്ഥലം പോലും എഴുതി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. നമ്മൾ കണ്ടിട്ടില്ലേ എത്ര ആളുകളാണ് അവനാന്റെ മഹല്ല് വിട്ടുപോകാത്ത ആളുകള്, സ്വന്തം മഹല്ലിന്റെ പരിധി വിട്ടിട്ട് പുറത്തെ രാജ്യത്തേക്ക് പോകാത്ത ആളുകള്, 80 വയസ്സ് വരെ സ്വന്തം ജില്ല വിട്ടുപോകാത്ത ആളുകള്, 85ാമത്തെ വയസ്സിലാണ് മാപ്പാനെ ഒന്ന് ഹജ്ജിന് കൊണ്ടുപോയാലോ, മക്കളൊക്കെ ഗൾഫിൽ നിന്ന് തീരുമാനിക്കുകയാണ് സ്വന്തം മഹല്ലിന്റെ ബൗണ്ടറി വിട്ടുപോകാത്ത പിതാവിനെ മക്കള് ഗൾഫിലേക്ക് കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിക്കാൻ. ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞു. അവിടെ പോയപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖം കൂടി, വാപ്പാക്കിന്റെ രോഗം കലശലായി. കിങ് ഫഹദ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് ചക്രശ്വാസം വലിച്ചിട്ട് മരിച്ചുപോയി. ഗൾഫിലുള്ള മക്കള് ബന്ധുക്കളായിട്ട് ബന്ധപ്പെട്ടപ്പോ പറഞ്ഞു, ഒരു പുണ്യം ചെയ്ത ആരാധനക്ക് വേണ്ടി പോയി, പുണ്യഭൂമിയിൽ വെച്ച് മരിച്ചുപോയി നമ്മുടെ ബാപ്പാന്റെ വസിയ്യത്ത് പോലെ ഖബർ അവിടെ തന്നെയാകട്ടെ. 84 കൊല്ലം 85 കൊല്ലം മഹല്ലിന്റെ പരിധി വിട്ടുപോകാത്ത മനുഷ്യ, എങ്ങനെയാണ് നിന്റെ ഒടുക്കത്തെ കിടക്കത്തിന് വേണ്ടിയുള്ള ഒരു മണ്ണ് സൗദി അറേബ്യയുടെ മണരാരണ്യത്തിൽ തയ്യാർ ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ
4-ാമത്തെ മാസം നീ ഭ്രൂണമായി കിടന്നപ്പോ നിന്റെ മാതാവിന്റെ വയറ്റിലേക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ സന്നിവേശിപ്പിച്ചപ്പോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ ഒരു പൊടിയുടെ അംശം കൂടി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ആ മനുഷ്യൻ കിടക്കുന്ന സൗദി അറേബ്യയിലുള്ള ഖബർസ്ഥാനിന്റെ മണ്ണിന്റെ അംശമാണ്. അതാണ് നമ്മൾ ശരിക്കും നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറും നമ്മുടെ FB സ്റ്റാറ്റസും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസും ഒന്നുമല്ല റിയലി നമ്മുടെ സ്റ്റാറ്റസ്. നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കി എന്നുള്ളതാണ്. കാരണം അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി എന്ന് പറഞ്ഞാണ്ട് തസ്ബീത്ത് ചൊല്ലി കൊടുക്കാനും അല്ലെങ്കിൽ പടച്ചോനോട് ശഫാഅത്ത് ചെയ്യാനും ഒരൊറ്റ ഫേസ്ബുക്ക് ഫ്രണ്ട് വരൂല. ഇന്നിപ്പോ നമ്മളെ ആളുകള് വലിയ ആഭിജാത്യത്തിന് പറയല, എന്നോട് കളിക്കണ്ട, എനിക്ക് 80,000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, 8,000 ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ ആരാ? ഒരാള് വരുവോ? ഒരുത്തം വരുവോ? എന്നാ അള്ളാനെ പേടിച്ചിട്ട് പോയി കിടക്കുന്ന മയ്യത്തിനോട് മുങ്കർ നക്കീറുമാര് വന്നിട്ട് പറയുന്ന മറുപടിയുണ്ട്. സഹോദര, പുതുമണവാളം കിടന്നുറങ്ങും പോലെ ഉറങ്ങിക്കോ. ദിസ് ഈസ് യുവർ ഫസ്റ്റ് നൈറ്റ്. ഇത് നിന്റെ ആദ്യ രാത്രി പോലെ നീ കിടന്നോന്ന. എന്തിനാ നൗമത്തൽ അറൂസ് എന്ന് പറഞ്ഞത്? നീ ഉറങ്ങ്. നൗമത്തൽ അറൂസ്, നവവരൻ പുതുമണവാളൻ ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ. പുതുമണവാളനും പുതുമണവാട്ടിക്കും ഫസ്റ്റ് നൈറ്റിൽ വീട്ടിൽ അമിതമായ സ്വാതന്ത്ര്യം എല്ലാവരും കൊടുക്കും. അവരുടെ വീടിന്റെ കഥക് അടച്ചു കഴിഞ്ഞാൽ ആ കഥകിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന കുട്ടികളെ വലിയ മൂത്ത ആൾക്കാരൊക്കെ എന്താടാ അവിടെ കളിക്കുന്ന, ഇങ്ങോട്ട് പോരി എന്ന് പറയും. അപ്പോ അവർക്കുള്ളൊരു ലിബർട്ടി, ഒരു സ്വാതന്ത്ര്യം. ഇതേ വാക്ക് മുൻകർ നക്കീറുമാര് നാളെ ഖബറിൽ കിടക്കുന്ന നല്ല മനുഷ്യന്റെ മയ്യത്തിനോട് പറയും. നൗമത്തുൽ അറൂസ്. മുൻകർ നക്കീറുമാരോട് തിരിച്ചു ചോദ്യം ചോദിച്ച ആലിമീങ്ങളൊക്കെ ചരിത്രം കണ്ടിട്ടുണ്ട്. ഒരു മഹാനായ വലിയ വഫാത്തായി പോയപ്പോ ഒരുപാട് കാലം ദർസിലെ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുത്തൊരു മുദരിസായ മനുഷ്യനാണ്. ആ മഹാനായ വലിയ വഫാത്തായി പോയപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അന്നത്തെ രാത്രി സ്വപ്നത്തിൽ കാണാൻ. അപ്പൊ ഈ സുഹൃത്തിനും വേണം വിലായത്തിന്റെ പദവി, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. മുള്ളെടുക്കാൻ മുള്ള് വേണല്ലോ. കാലില് മുള്ള് തറച്ചു പോയിട്ടുണ്ടെങ്കിൽ അതേ ഷാർപ്നെസ് ഉള്ള മറ്റൊരു മുള്ള് വേണം അതെടുക്കാൻ. വലിയനെ കാണാൻ വലിയ വേണം. അതാണ് വിലായത്തിന്റെ പദവിയുടെ പ്രത്യേകത. ഈ വലിയായ മനുഷ്യൻ 40 കൊല്ലം അള്ളാഹുവിന്റെ കിതാബ് ഓതിക്കൊടുത്തിട്ട് അള്ള ആരാണെന്ന് മുതാലിമീങ്ങളെ പഠിപ്പിച്ച് ദർസെടുത്ത ഈ മനുഷ്യൻ വഫാത്തായി പോയപ്പോ മുൻകർ നക്കീർ വന്നാണ്ട് മൻ റബ്ബുക എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ ഖബറിലാണ്ട് ഇരുന്നാണ്ട് അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ 40 കൊല്ലെടുത്ത പണി റബ്ബ് ആരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് തിരിച്ചു പറഞ്ഞു. മലക്കുകളോടി അള്ളാഹുവിന്റെ അടുക്കലേക്ക് പഠിച്ചവനെ, ആ മനുഷ്യൻ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റബ്ബ് പറഞ്ഞു, ഇനി നിങ്ങളാണ്ട് പോണ്ട. ഇങ്ങനെയൊക്കെ അള്ളാഹു ഇസ്സത്ത് കൊടുത്ത മനുഷ്യന്മാര്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ വിലായത്ത് മനുഷ്യന്റെ വേണല്ലോ. അപ്പോ നമ്മുടെ അനാറ്റമി അല്ല മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നത്. ചില സൂഫിയാക്കളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഭ്രാന്തൻ വേഷത്തിലൊക്കെ ഇരിക്കും. ബഹുമാനപ്പെട്ട കുതുബുസമാൻ മമ്പുറത്തെ തങ്ങളിപ്പാപ്പ ജീവിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളിപ്പാപ്പക്ക് ഭയങ്കര വാല്യൂ ആണ് ആളുകളുടെ ഇടയിൽ. തങ്ങളിപ്പാപ്പ എന്നുള്ള ഇസ്സത്തൊക്കെ ഉണ്ട്. തങ്ങളൊരു ഗ്രാമത്തിലേക്ക് വന്നാൽ ആളുകൾ ഇഷ്ടം പോലെ കൂടും, വെള്ളം മന്ത്രിച്ചൂതാനും പ്രാർത്ഥിപ്പിക്കുവാനും ഒക്കെ. പക്ഷെ അന്ന് തന്നെ ജീവിച്ച സമകാലീനായിരുന്നു യാഹൂ തങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രം, ജടകുത്തിയ മുടി, കുഴിഞ്ഞ കണ്ണ്, ഒട്ടിയ വയറ്, ഇങ്ങനെ ഒരു ദരിദ്ര പരവശനായിട്ട് ഇങ്ങനെ ഒരു ഭ്രാന്തൻ കോലത്തിലിരിക്കും. കടത്തണ്ടയിലെ ചുടുവെള്ളം വാങ്ങാൻ വേണ്ടി വരുമ്പോ ആളുകളൊക്കെ ആട്ടി പറഞ്ഞേക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ കല്ലെടുത്തെറിയും. ഭ്രാന്തൻ എന്ന് പറഞ്ഞ് മുഷിഞ്ഞു നാറുന്ന വസ്ത്രം കൊടുക്കുന്ന ഭ്രാന്ത, നീ ഇവിടെ വരണ്ട, അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് കാട്ടും. അങ്ങനെ ആ മനുഷ്യൻ കുറ്റിക്കാട്ടിലായിരുന്നു താമസിച്ചത്. ഒരു ദിവസം യാഹൂദങ്ങൾ ഈ കുറ്റിക്കാട്ടിലിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക്, പ്രദേശത്തേക്ക് മമ്പുറത്തെ തങ്ങളിപ്പാപ്പ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ആളുകളൊക്കെ തങ്ങള് വന്നപ്പോ ആളുകളൊക്കെ കൂടി മമ്പുറത്തെ തങ്ങളിപ്പാപ്പ വന്നേ.
ജനങ്ങൾ മുഴുവൻ കൂടി തങ്ങളെ കേൾക്കാനും തങ്ങളെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാനും ഇങ്ങനെ പ്രതീക്ഷ നിൽക്കുമ്പോ തങ്ങൾ സദസ്സിൽ എണീറ്റുന്നാണ്ട് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്, എന്റെ ആള് ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ എണീറ്റ് നിൽക്കണം. എന്റെ ചോദ്യം മറ്റൊന്നുമല്ല, ഇന്ന് അവ്വൽ സുബൈക്ക് സുബൈ ജമാഅത്ത് മക്കത്തെ ഹറം ഷരീഫിന്റെ പള്ളിയിൽ കഅബാലയത്തിന്റെ ചാരത്ത് നിന്നിട്ട് ഇമാമിന്റെ നേരെ പിന്നിൽ നിന്നിട്ട് നിസ്കരിച്ചൊരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ട്, അയാൾ എണീറ്റ് നിൽക്കണം. അപ്പൊ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. കാരണം അവനാനെ പറ്റിയൊരു ബോധം ഉണ്ടാവുമല്ലോ, ഞാനല്ല എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി, ആരാവണം ഇത്, ആരും എണീറ്റ് നിൽക്കുന്നത് കണ്ടില്ല. അപ്പൊ തങ്ങൾ പാപ്പാക്ക് ദേഷ്യം പിടിച്ചു. തങ്ങൾ പറഞ്ഞു, മമ്പർ അലവിയാണ് പറയുന്നത്. പറഞ്ഞത് കേട്ടില്ലേ, അലവിയാണ് പറയുന്നത്. ഇന്ന് ഹറം ഷരീഫിൽ നിന്ന് സുബഹി ജമാഅത്തായിട്ട് പങ്കെടുത്ത ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്, അയാളോട് എണീറ്റ് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോ ഈ മൗനത്തെ കീറി മുറിച്ചിട്ട് ഒരാളതാ കുറ്റിക്കാട്ടിൽ നിന്ന് മെല്ലെ എണീറ്റ് നിൽക്കുകയാണ്. മഴ നനഞ്ഞ ആട്ടിൻകുട്ടിയെ പോലെ ആരാണ് എണീറ്റ് നിൽക്കുന്നത്? ജടകുത്തിയ മുടിയുള്ള ഭ്രാന്തൻ എന്നൊരു നാട് മുഴുവൻ വിളിച്ച, സ്കൂളിലേക്ക് കടന്നു പോകുന്ന കുട്ടികളെ കല്ലെറിഞ്ഞ് ദ്രോഹിച്ച ആ മനുഷ്യൻ അതാ എണീറ്റ് നിൽക്കുകയാണ്. മമ്പുറത്തെ തങ്ങൾ ആ മനുഷ്യനെങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, കണ്ടോ, ആ ഇരിക്കുന്ന മനുഷ്യൻ പള്ളിയിൽ കയറുന്നില്ല, വൃത്തിയില്ല, നോമ്പില്ല, നിസ്കാരമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മനുഷ്യൻ ഇന്നത്തെ സുബഹി ജമാഅത്തിന് അറ്റൻഡ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസൻസ് അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ മുമ്പിലാണ്. അതാണ് മുള്ളെടുക്കാനും മുള്ള് വേണം എന്ന് പറയാൻ കാരണം. യാഹൂദങ്ങളെ മനസ്സിലാക്കാൻ മമ്പുറത്തങ്ങൾ വരേണ്ടി വന്നു. പിന്നെ യാഹൂദങ്ങൾക്ക് ആ നാട്ടിൽ ഭയങ്കര വിലയാണ്. വിലായത്തിന്റെ പദവി അതാണ്. മുബാറക് എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയ കഥ കിതാബുകളിൽ കാണാം. ആ മയ്യത്തിനെ ഫോളോ ചെയ്തിട്ട് പക്ഷികൾ അന്തരീക്ഷത്തിൽ അങ്ങനെ പോയി. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ പക്ഷികള് ആ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ വലയം ചെയ്തു. ഖബർ ദഫൻ ചെയ്തപ്പോ പക്ഷികളൊക്കെ പിരിഞ്ഞുപോയി. അപ്പൊ അള്ളാഹു അംഗീകാരം കൊടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. ആ തെളിവ് നമ്മുടെ ജീവിതത്തിൽ കാണണം. വിശ്വസംസ്കൃതിയാണ് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുപോയി, ഉന്നതമായ സംസ്കാരങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് എന്ന് ആ പരിശുദ്ധ റസൂലിന്റെ വക്താക്കളായി നമ്മൾ അന്യനെ കാണാൻ, അധസ്ഥിതനെ കാണാനുള്ള വിശാല മനസ്കത പ്രകടിപ്പിക്കേണ്ട ആളുകളായി തീരൽ വളരെ അനിവാര്യമാണ്. വളരെ അനിവാര്യമാണ്. Two starving kids sitting on the side of road, wearing given even a piece of bread, but a framework of them sold for lakhs of rupees. വഴിയരികിൽ വിശന്ന് കഴിയുന്ന കുട്ടികളെ കാണാൻ ആരും സന്നദ്ധരാകാറില്ല. നമ്മുടെ സ്വതസിദ്ധമായ ഭാഷയിൽ നമ്മളവരെ പറ്റി പറയും അണ്ണാച്ചിയുടെ മക്കള്. എന്നാൽ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവരും മന്നവ തറവാട്ടിലെ മക്കളാണ്. കാസർഗോഡ് അമ്മത്തൊട്ടിൽ, കോഴിക്കോട് അമ്മത്തൊട്ടിൽ, എറണാകുളത്ത് അമ്മത്തൊട്ടിൽ, തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ. ഏതാണ് ഈ അമ്മത്തൊട്ടിൽ? മാതാവും പിതാവും ജീവിച്ചിരിക്കെ തന്നെ അവരുപേക്ഷിച്ചവരായ മക്കളെ പോറ്റി വളർത്താൻ സർക്കാർ തുടങ്ങിയ മാതാവും പിതാവും ഉപേക്ഷിച്ച ചോര പൈതങ്ങളെ ഏറ്റെടുത്ത് വളർത്താൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് അമ്മത്തൊട്ടിൽ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം മാതാവിന്റെ താരാട്ട് പാട്ട് കേൾക്കാതെ എത്ര പിഞ്ചു പൈതങ്ങളാണ്, 100 കണക്കിന് പിഞ്ചു പൈതങ്ങളാണ് ശമ്പളം പറ്റുന്ന ആയമാരുടെ പാട്ട് കേട്ടിട്ട് ഇന്നത്തെ രാത്രി അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ തൊട്ടിലിൽ കിടന്നുറങ്ങിയത്. കുഞ്ഞു പൈതങ്ങളെ, നാളെ നേരം പുലരുമ്പോ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ യഥാർത്ഥ മാതാവിനെയല്ല. ആരെയാണ്? ശമ്പളം പറ്റുന്ന ആയമാരെയാണ്. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ്. അപ്പൊ ആ കുഞ്ഞിനെ കാണാനുള്ള കണ്ണ് വേണ്ടേ? ഈമാൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്?
ദീനും നിസ്കാരവും നോമ്പും സകാത്തും തിലാവത്തുൽ ഖുർആനും സദഖയും ഹജ്ജും എല്ലാമുള്ള മനുഷ്യനെ പറ്റി തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുപോയി, വല്ലാഹി ലാ യുഅ്മിനു വൻ മുഅ്മിനല്ല സഹാബികളെ, ثم والله لا يؤمن, പിന്നെയും അവൻ മുഅ്മിനല്ല, ثم والله لا يؤمن, വീണ്ടും അവൻ മുഅ്മിനല്ല സഹാബികളെ. ഖീല, അപ്പ മദീനയിലെ പള്ളിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബികൾ ചോദിക്കുകയാണ്, മൻ യാ റസൂലല്ലാഹ്, ആരെ പറ്റിയാണ് നബിയെ അങ്ങ് 3 വട്ടം മുഅ്മിനല്ല എന്ന് പറഞ്ഞത്? ഖാല, അപ്പ നബി തങ്ങൾ വിശദീകരിച്ചു പോയി, മൻ ഒരുത്തനാണ് ലാ യഅമനു ജാറുഹു ബവായിഖഹു, അവന്റെ ശല്യങ്ങളിൽ നിന്ന് അവന്റെ അയൽവാസി രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ആൾക്ക് നോമ്പുണ്ടായിട്ടും കാര്യമില്ല, അങ്ങനത്തെ ആൾക്ക് നിസ്കാരമുണ്ടായിട്ടും കാര്യമില്ല. ഇവരാണ് വീടിന്റെ അകത്തളങ്ങളിലേക്ക് നരകത്തിന്റെ അഗ്നിഗോളങ്ങളെ കൊണ്ടുവരുന്നവർ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകളിലുള്ള പരാജയത്തെ പറ്റിയാണ്. ഒരു മിനിക്കഥയിൽ ഞാൻ വായിച്ചത് ഓർത്തു പോവുകയാണ്. പത്രക്കാരൻ വന്നിട്ട് ഗേറ്റ് അടക്കപ്പെട്ട വീട്ടിന്റെ അപ്പുറത്തേക്ക് പത്രം ഇങ്ങനെ വലിച്ചെറിയുന്നു. ഇന്ന് പത്രട്ടു, നാളെയും പത്രട്ടു, മറ്റന്നാളും പത്രട്ടു, മിനിയാന്നും പത്രട്ടു, കഴിഞ്ഞ ആഴ്ചയും പത്രം നിക്ഷേപിച്ചു. പക്ഷെ നിക്ഷേപിച്ച പത്രങ്ങളെല്ലാം അതിന്റെ മടക്ക് പോലും നിവർത്തപ്പെടാതെ കിടന്ന കിടത്തമാണ് മുറ്റത്ത്. പത്രക്കാരൻ ഓരോ ദിവസങ്ങളും ഇട്ട പത്രങ്ങൾ അട്ടിയട്ടിയായി ഉയർന്നു വന്ന് ഗേറ്റിന്റെ മുകളിലെത്തിയപ്പോ പത്രവിതരണക്കാരൻ ചിന്തിച്ചുപോയി, ഈ വീട്ടിലെ ആളില്ലേ? അയാള് ഗേറ്റ് എടുത്തിട്ട് അകത്തേക്ക് ചാടി. കതക് അടച്ചിരിക്കുകയാണ്. ആ അടച്ച കതക് പൊടിച്ചു നോക്കി. അപ്പോഴാണ് പുഴുവരിച്ചു കിടക്കുന്ന ഒരു മുത്തശ്ശിയെ കാണാൻ കഴിഞ്ഞത്. ആ മുത്തശ്ശി എന്നോ മരിച്ചുപോയതാണ്. മാംസങ്ങളെല്ലാം പുഴുക്കൾ തിന്നുപോയി. ഇന്ന് അസ്ഥിപഞ്ചരം, വെറും അസ്ഥിപഞ്ചരം, എല്ലുകൂട് മാത്രമായിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടപ്പോ, മരിച്ചുപോയ മുത്തശ്ശിയുടെ ഭൗതിക ശരീരം കണ്ടപ്പോ പത്രവിതരണക്കാരൻ അയൽവാസികളെ വിളിക്കുകയാണ്. അയൽവാസികൾ ഓടി വന്നു. പത്രവിതരണക്കാരൻ പറഞ്ഞുപോയി, ഞാനിതാ ഇവിടെ മരിച്ചു കിടക്കുന്ന ഒരു അമ്മൂമ്മയെ കാണുകയാണ്. ഒരു പത്രവിതരണക്കാരൻ പറഞ്ഞപ്പോഴാണ് സ്വന്തം അയൽവാസിയായ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു അമ്മൂമ്മക്ക് ജീവഹാനി സംഭവിച്ചത്. അതും ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വിവരം അയൽവാസി പോലും അറിയുന്നത്. ഇന്നത്തെ അയൽപക്ക ബന്ധത്തിന്റെ പ്രത്യേകതയാണ്. പുതിയ ലോകം സംജാതമാകുന്നത് അങ്ങനെയാണ്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ചിരിയോടുകൂടെയാണ് ഓർത്തുപോകാറുള്ളത്. സ്വന്തം മതിലിന്റെ അപ്പുറത്തുള്ള എന്റെ സുഹൃത്ത്, എന്റെ അയൽവാസി, ഒന്നിടവിട്ട ദിവസങ്ങളിൽ 2 കിഡ്നിയും ഫെയിലറായി ഡയാലിസിസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരം ഞാൻ അറിഞ്ഞത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പറായ പ്രവാസി സുഹൃത്ത് ഗൾഫിൽ നിന്ന് മെസ്സേജ് അയച്ചപ്പോഴാണ്. ഉടനെ ഞാൻ എന്റെ മതിൽ എടുത്തു ചാടി എന്റെ അയൽവാസിയുടെ റൂമിലേക്ക് കയറിയപ്പോ ശ്വാസം പോലും നേരാൻ വണ്ണം ശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നരകിച്ചു കിടക്കുന്ന അയൽവാസിയെ കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. ഇതാണോ അയൽപക്ക ബന്ധം? ഇതാണോ വ്യക്തിബന്ധം? പരിശുദ്ധ റസൂല് പറഞ്ഞുപോയി, വല്ലാഹി ലാ യുഅ്മിൻ, അവർക്ക് എവിടെയാണ് ഈമാൻ സഹാബികളെ? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നിപ്പോ ചാരത്ത ബന്ധുവെ കാളുറ്റ ബന്ധുവായി ദൂരത്തൊരുത്തന് മാറാൻ കഴിയണം എന്ന് പറഞ്ഞ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. കഷ്ടപ്പെടുന്നവനെ കാണാനുള്ള ഒരു വിശാല മനസ്കത രൂപപ്പെടുത്തിയെടുക്കാനാണ് ഇസ്ലാം എന്നും പറയുന്നത്. ഇപ്പോ ദി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് വളരെ ഫേമസ് ആയ ഒരു ഇംഗ്ലീഷ് പത്രം അതിന്റെ ഫസ്റ്റ് പേജിൽ മുഖപ്രസംഗം പോലെ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയും അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ലോകം കരഞ്ഞുപോയൊരു ഫോട്ടോ ആയിരുന്നു അത്. അതെന്താ? ഒട്ടകത്തിന്റെ പിന്നാലെ ഒരു 16 വയസ്സുള്ള സോമാലിയയിലെ ഒടിഞ്ഞു തൂങ്ങിയ എല്ലും തോലുമായ ദരിദ്ര നാരായണനായ, ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി അങ്ങനെ പട്ടിണി കിടന്നിട്ട് മരിക്കുമെന്ന് ഭയപ്പെട്ട 16 വയസ്സുള്ള സോമാലിയയിലെ പയ്യൻ മിണ്ടാപ്രാണിയായ ഒട്ടകത്തിന്റെ പിറകെ നടക്കുകയാണ്.
അപ്പൊ ഈ പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ഈ കുട്ടിയെ വാച്ച് ചെയ്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ അവന്റെ പിന്നിൽ പോയപ്പോ ഇവൻ ഈ ഒട്ടകത്തിന്റെ പിന്നാലെ നടന്ന് ഒട്ടകത്തിന്റെ ശരീരഭാഷ മനസ്സിലാക്കി ഈ ഒട്ടകം എപ്പോഴാണ് മലവിസർജനം നടത്തുന്നത് എന്ന് നോക്കി നിൽക്കാൻ. ഒട്ടകം മലവിസർജനം നടത്താൻ നേരത്ത് ഈ കുട്ടി ഒട്ടകത്തിന്റെ മലദ്വാരത്തോട് തന്റെ വായ ചേർത്ത് പിടിച്ചിട്ട് ആ ഉച്ഛിഷ്ടം അകത്താക്കുന്ന രംഗം കണ്ടപ്പോ പത്രക്കാരൻ പറഞ്ഞു, ഫോട്ടോഗ്രാഫർ പറഞ്ഞു, എന്റെ വിരല് കൊണ്ട് ഞാൻ ഒരു സ്നാപ്പ്, ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്തത് കണ്ണീരൊഴുക്കിയിട്ടാണ്. ആ എടുത്ത ഫോട്ടോ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രം പ്രസിദ്ധീകരിച്ചപ്പോ ലോകത്തൊരുപാട് മരവിച്ചുപോയ മനസാക്ഷി കണ്ണീരൊലിപ്പിച്ചു പോയി. അങ്ങനെയുള്ള മക്കളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു. ഇശാമാരിപ്പിന്റെ ഇടയിൽ നമ്മളൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോ നമ്മളെ മക്കള് പറയാ, ഉപ്പ ബ്രോസ്റ്റ് കൊണ്ടുപോവാ, അൽഫാമ് കൊണ്ടുപോവാ, മന്തി കൊണ്ടുപോവാ, ഷവർമ കൊണ്ടുപോവാ. പിന്നെ അവിടെ തർക്കം റോളാണോ പ്ലേറ്റ് ആണോ എന്നുള്ളിടത്താണ്. ആ സമയം കൂലിപ്പണിക്ക് പോകുന്ന പാവപ്പെട്ടവന്റെ കുഞ്ഞുമോന് വിളിച്ചു പറയുന്ന ഒരു രോദനം, അതിന്റെ നേരത്തൊട്ടപ്പുറത്തൊരു വീട്ടിലുണ്ട്, ഉപ്പ പച്ചവെള്ളം ഇവിടെയുണ്ട്, ഒന്ന് മുക്കി തിന്നാൻ ബിസ്ക്കറ്റ് കൊണ്ടുവാ. വിനീതനായ ഞാന് പരിസ്ഥിതി പ്രവർത്തകന്മാരായ കുറച്ച് ആളുകളുടെ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന കുറ്റിപ്പുറം വളാഞ്ചേരിക്കടുത്തുള്ള ഒരു മഹലിന്റെ പരിസരത്തിലൂടെ നടന്നുപോയി. ഞങ്ങൾ പോയപ്പോ ഒരു പിതാവിന്റെ പണി എന്താണ്, ഷീറ്റിട്ട് മേഞ്ഞു കിടക്കുന്ന ഒരു ചെറ്റക്കുടിൽ, ആ കുടിലിന്റെ മുകളിൽ മേഞ്ഞിരിക്കുന്ന മേൽക്കൂട നല്ല ഷീറ്റാൻ, അലൂമിനിയം ഷീറ്റാൻ. സൂര്യതാപമേറ്റു കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ഷീറ്റ്. ആ ഷീറ്റിന്റെ മുകളിൽ പച്ച ഓല, തെങ്ങിന്റെ പച്ച ഓല വെട്ടിക്കൊണ്ടുവന്നിട്ട് നനച്ചു കൊടുക്കുകയാണ്. ആ പിതാവിനെ കണ്ടപ്പോ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓല വെട്ടിയിട്ട് കഷ്ടപ്പെടുന്നത്? മേൽക്കൂരയുടെ മുകളിൽ നിന്ന് ഞങ്ങളെ കണ്ടപ്പോ താഴേക്ക് ചാടിയിറങ്ങിയ ആ വന്യവയോധികനായ പിതാവ് പറഞ്ഞു പോയത് ഇന്നും വേദനയോടുകൂടെ ഓർത്തുപോവാൻ. ഈ വീട്ടിൽ കിടക്കുന്നത് 21 വയസ്സുള്ള 2 കിഡ്നിയും നഷ്ടപ്പെട്ട എന്റെ പൊന്നുമോളാൻ. ആ മോള് സൂര്യാഘാതം കൊണ്ട്, സൂര്യതാപം കൊണ്ട് വിഷമിക്കുകയാണ്. എന്റെ പൊന്നുമോൾക്ക് കഷ്ടപ്പാട് ഇനിയും അറിയാൻ പാടില്ല. അങ്ങനെ ദുരിതമനുഭവിക്കുന്ന ആളുകളെ കാണാൻ ഒരു കണ്ണ് വേണം പ്രിയപ്പെട്ടവരെ. അതാണ് ഇസ്ലാം. ആ സുന്ദരമായ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇന്ന് ശരിക്കു പറയാൻ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് മനുഷ്യൻ പിറകോട്ട് പോയപ്പോ എൻവിറോൺമെന്റൽ ഡിസാസ്റ്റർ, യൂണിവേഴ്സൽ കലാമിറ്റീസ് ഒക്കെ ലോകത്തെ പിടികൂടാൻ തുടങ്ങി. പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചില വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ഭൂചലനം, നിരവധി വീടുകൾക്ക് വിള്ളൽ. 11/2/2015 മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്തയാണ് നടത്തുന്നത്. 2, ആഗോളതാപനത്തിന്റെ ഭാഗമായി ലോകത്തിലെ സമുദ്രനിരപ്പ് ഉയർന്നു വരികയാണെന്നും ഇന്ത്യയിലെ കൽക്കത്ത ഉൾപ്പെടെയുള്ള ലോകത്തിലെ പല നഗരങ്ങളും ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ശാസ്ത്രജ്ഞർ. 2/12/2010 മനോരമ. സ്പെയിനിലും പോർച്ചുഗലിലും ഫ്രാൻസിലും കടൽക്ഷോഭം. 1/3/2010 മാധ്യമം. പൊന്നാനി തീരദേശത്ത് സുനാമി മുന്നറിയിപ്പ് നൽകാൻ സിവിൽ സ്റ്റേഷന് മുകളിൽ മൈക്ക് കെട്ടിയിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ സുമാത്രയിലല്ല, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സുനാമി ഇൻഫർമേഷൻ കൊടുക്കാൻ മൈക്ക് കെട്ടിയിരിക്കുകയാണ്. പിന്നെ തിരുവനന്തപുരത്ത് പകൽ സമയത്ത് നട്ടുച്ചക്ക് കടലിൽ കൂരിരുട്ടും ആകാശം മുട്ടേ കൂറ്റൻ തിരമാലകളും. തെക്കൻ തീരദേശങ്ങളിൽ വ്യാപക കടൽക്ഷോഭവും. നിരവധി പേരെ കാണാതായി, 100ഓളം പേർക്ക് പരിക്ക്. 16/8/2013 മാധ്യമം ദിനപത്രം. താനൂർ ഒട്ടുംപുറത്ത് തെളിഞ്ഞ കാലാവസ്ഥയിൽ കടൽക്ഷോഭം. വളരെ ശാന്തമായി കടലിങ്ങനെ വളരെ കാമായിട്ട് നിൽക്കേണ്ട സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി കടൽക്ഷോഭം ഉണ്ടാക്കി. 2025ഓടെ 3-ൽ 2 പേർക്ക് കുടിവെള്ളം ഇല്ലാതാകുമെന്ന് യുനെസ്കോ. ടോങ്കയിൽ കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. മറ്റൊരു റിപ്പോർട്ട്. മഴ ദിനങ്ങൾ കുറഞ്ഞു വരികയാണെന്നും വരുന്നത് വളർച്ചയുടെ കാലമാണെന്നും ലോക കാലാവസ്ഥ ഉച്ചകോടി. എടക്കരയിൽ വീടിന്റെ തറയിൽ അതിയായ ചൂട്, വീടുകാർ പരിഭ്രാന്തി. വീടിന്റെ തറയില് നമ്മൾ അടുപ്പിന്റെ അടുത്തേക്കൊക്കെ പോയ പോലെയുള്ള കാല് പോലും വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള പൊള്ളുന്ന ചൂട് അനുഭവപ്പെടുക. അതില് ജോഗ്രഫിക്കൽ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾ വന്നാണ്ട് പഠനം നടത്തി ഒരു പിടുത്തം കിട്ടിയിട്ടില്ല.
ഖുർആനിലെ ശാസ്ത്ര പരാമർശങ്ങളിൽ 80% തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു എന്നും പത്രം സ്ഥിരീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സമുദായത്തിൽ ഞാൻ പേടിക്കുന്നത് ദാരിദ്ര്യത്തെയല്ല. എന്റെ സമുദായമേ, നിങ്ങൾക്ക് മേൽ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും എന്ന പേടിയല്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും അദ്ദുനിയാ കമാ കാന ലിമൻ കാന ഖബലകും. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളത് ഭൗതിക ലോകത്തിന്റെ സൗകര്യം നിങ്ങൾക്ക് കൂടുമോ എന്ന് ഭയപ്പാടാൻ. ഭൗതിക പ്രമത്തത നിങ്ങൾക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്ക് നരകത്തെ കൊണ്ടുവരും എന്ന ഭയമാണ്. മകളായ ഫാത്തിമ, കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ആ ഫാത്തിമാനെ കാണാൻ പരിശുദ്ധ റസൂൽ കടന്നു പോകുന്ന വേളയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ കഴുത്തിൽ ഒരു സ്വർണമാല കാണുകയാണ്. ഏതാടി നിന്റെ കഴുത്തിലെ ഈ സ്വർണമാല എന്ന് പിതാവ് ചോദിച്ചു. മോള് പറഞ്ഞു, ഉപ്പ, അത് ഞാൻ എന്റെ കയ്യിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ പൊട്ടും പൊടിയൊക്കെ കളക്ട് ചെയ്തിട്ട് നിർമ്മിച്ച സ്വർണാഭരണമാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലായ പിതാവ് മോളോട് പറയാൻ, ഊരിയെറിയടി നിന്റെ സ്വർണമാല. പെണ്ണിന് സ്വർണമാല ഹറാമാണോ? പിന്നെ എന്തിനാണ് അഷ്റഫുൽ ഖൽഖ് സ്വന്തം പുത്രിയോട് ഊരിയെറിയടി എന്ന് പറഞ്ഞത്? പറഞ്ഞു, ഫാത്തിമ, പെണ്ണിന് സ്വർണം അലങ്കാരമാണ്, പക്ഷേ എന്റെ പൊന്നുമോളെ, നീ അന്തി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നായികയാണ്. ആ നായികാ പട്ടം നിനക്ക് നഷ്ടപ്പെടാൻ ആഭരണത്തോടുള്ള ഭ്രമം ചിലപ്പോ കാരണമായേക്കാം. ആഭരണത്തോട് നിനക്ക് ആഭിമുഖ്യം കൂടിപ്പോയാൽ നീ ഖബർ മറക്കും ഫാത്തിമ, നീ ഹിസാബ് മറക്കും ഫാത്തിമ, നീ സിറാത്ത് മറക്കും ഫാത്തിമ, നീ സ്വർഗനരകങ്ങളെ മറന്നു പോകും ഫാത്തിമ. അതുകൊണ്ട് ആവശ്യമില്ല, ഊരി എറിയടി മോളെ നിന്റെ സ്വർണമാല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ദീനിന്റെ വിഷയത്തിൽ നിലപാടായിരുന്നു. ഇന്നിപ്പോ നമ്മളെ വീട്ടിലെ ഖുർആൻ ഓതുന്ന എവിടെ വെച്ചാ സീരിയൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ ടെലിവിഷൻ പിന്നെ നിർമ്മാണം നടത്തപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഷോക്കേസ് ഒരുക്കപ്പെട്ട റൂമിലാണ് നമ്മളെ ഖുർആൻ, ടിവിന്റെ മുകളിലെ ഖുർആൻ. ആ ടെലി സ്ക്രീനിലൂടെ തന്നെയാണല്ലോ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ക്രീനിലൂടെ തന്നെയാണല്ലോ സീരിയൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണല്ലോ മ്യൂസിക്, ഡാൻസ് നടക്കുന്നത്. ഈ ആഭാസങ്ങളൊക്കെ നടക്കുന്ന അതേ റൂമിൽ നിന്നിട്ട് ഖുർആൻ ഓതാന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഖുർആൻ ഓതുന്നതിന് തുല്യല്ലേ? അപ്പൊ ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ ആലോചിച്ചു. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഈ ലേറ്റസ്റ്റ് കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരുപാട് ഇഖ്ലാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മിസ്സിംഗ് വരികയാണ്. സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈലിന്റെ റിംഗ് ടോൺ കേൾക്കാത്തൊരു മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? മിനിയാന്ന് ഞാൻ പോയ സ്ഥലം, ഇന്നലെ എട്ടിക്കുളത്തായിരുന്നു. മിനിയാന്ന് ഞാൻ പോയ സ്ഥലം മലപ്പുറം ജില്ലയിൽ കാവനൂര് എന്ന് പറഞ്ഞൊരു പാട്ട്. അഴകുള്ള ഫാത്തിമ പാടി. മിഹ്റാബിന്റെ നേരെ ബാക്കില് നിന്ന കാക്കാന്റെ പോക്കറ്റിൽ നിന്ന് നല്ല അഴകുള്ള ഫാത്തിമ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയോടെ മഗ്രിബ് നിസ്കാരം. ഒന്നുമില്ല, നമ്മൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേന് ഒരു ദുആന്റെ അദബ് മര്യാദയ്ക്ക് എന്താ? ഒന്ന് ഹംദോണ്ട് തുടങ്ങണം. രണ്ടാമത്തെ ഷർത്ത് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തില്ലണം. എന്നിട്ട് അള്ളാഹിനോട് പറയുന്ന രീതിയിലുള്ള ഖുശൂ, തദല്ലുല് ഒക്കെ വേണം, വഖാർ ഒക്കെ വേണം. പടച്ചോനെ, ഈ ചോദിക്കുകയാണ് ഞാൻ, ഈ തരുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. മുഴുവൻ അള്ളാഹുലേക്ക് സമർപ്പിക്കണം. ഒരാളായിട്ട് സംസാരിക്കുമ്പോ തന്നെ നബി തങ്ങൾ സൂക്ഷിച്ചിരുന്നു, നിങ്ങൾ ഒരിക്കലും ഫേസ് മാത്രം അയാൾക്ക് കുറിക്കരുത്. ഒരാളെ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരാളെ വിളിക്കുക, നമ്മൾ അയാളെടുത്ത മുഖം ഇങ്ങനെ തിരിച്ചു, നമ്മളെ ചെസ്റ്റ് വേറെ ഭാഗത്താ. അതിന്റെ അർത്ഥം എന്താ? അവന് ഇന്നെ കേൾക്കാൻ ആത്മാർത്ഥതല്ല, യു ക്യാൻ ഗോ എന്ന് പറയും. നിബിതങ്ങളുടെ ശൈലി അതായിരുന്നില്ല എന്നാണ്. ഒരാളേക്ക് സംസാരിക്കുകയാണെങ്കിൽ ശരീരം മുഴുവൻ അയാളിലേക്ക് ഭാഗമായിട്ട് കൊടുക്കും. ശരീരം മുഴുവൻ അയാളുടെ ഭാഗത്തേക്ക് സമർപ്പണം നടത്തിയിട്ടേ ഒരാളോട് സംസാരിക്കുകയുള്ളൂ. അത് സംസാരത്തിന്റെ മര്യാദയാണ്. ഷെയ്ഖാന്റെ മര്യാദ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഈ ഷെയ്ഖ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സുകൾ തമ്മിലുള്ളൊരു കണക്ഷനാണ്. അവിടെയാണ് നബി തങ്ങൾ രണ്ട് കൈയും കൊടുത്തത്. രണ്ട് കൈയും കൊടുക്കുമ്പോ അതീവ പരിഗണനയോടുകൂടെ അവൻ എന്നെ കണ്ടു എന്നതിന്റെ അർത്ഥം.
ആ സമയത്താണ് നമ്മള് ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്, മൊബൈൽ കയ്യിലുണ്ടാകും, കീച്ചേന് കയ്യിലുണ്ടാകും, അത് കയ്യിൽ പിടിച്ചിട്ട് അവശേഷിക്കുന്ന ബാലൻസ് ഉള്ള 2 വിരലേക്ക് ഷെയ്ക്കാൻ കൊടുക്കും. എന്നിട്ട് അത് വാങ്ങുന്ന ആൾ ഇതിങ്ങനെ പിടിക്കുമ്പോ അയാളെ മസ്തിഷ്കത്തിൽ ഒരു മെസ്സേജ് കിട്ടുകയാണ്, ഇവൻ എന്നെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്തിട്ടില്ല. കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം എന്താ? ഇന്നെ ഇൻസൾട്ട് ചെയ്തതിനാണ് ആണല്ലോ. അവനെന്നെ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെന്നെ പരിഹസിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഷെയ്ഖാന്റെ ഒക്കെ ഒരർത്ഥത്തിൽ പരിഗണനയല്ല, പരിഹാസമാണ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ കോൺവെർസേഷൻ. പരസ്പര സംഭാഷണങ്ങൾ നടക്കുന്ന സമയത്ത് ഫേസ് ടു ഫേസ് നമ്മൾ മുഖത്തോട് മുഖം തിരിഞ്ഞിട്ടാവണം ഒരാളോട് സംസാരിക്കേണ്ടത്. അത് ശരിക്കും പഠിപ്പിച്ചു പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ജീവിതത്തിന്റെ സംസ്കാരങ്ങൾ. അങ്ങനെ ഫോൺ വരുമ്പോ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഫോൺ വരുന്ന സമയത്ത് ഇത്രയും നേരം ആമീൻ 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 എന്ന് പറഞ്ഞാണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോവാ. അപ്പൊ എന്താ അർത്ഥം? പരിശോധിക്കുക, അവിടെ നിൽക്കട്ടോ, എനിക്ക് വേറൊരു ആള് വരുന്നുണ്ട്, എപ്പോ വിളിച്ചാലും ബിസി. He is busy. Please call after some time. എപ്പോഴാ ഇവന്റെ ബിസി എന്ന് തീരുക? كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. كلا കാര്യം അങ്ങനെയല്ല. ഇദാ ബലഗത്തി തറാഖി, ആ തണ്ടക്കാലിൽ നിന്നിങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന, കാലിന്റെ തള്ളവിരലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന, ഭദ്രമായി പിടിച്ചുകൊണ്ടുവന്ന ആത്മാവിനെ ഈ കണ്ടനാളത്തിനങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വഖീല, അപ്പൊ പറയപ്പെടുകയാണ് മൻ റാഖ് റുഖി. ആരാണ്? മന്ത്രം നടത്താൻ പറ്റിയ ആളാരാ? മന്ത്രിച്ചൂതാൻ പറ്റിയ ആളാരാ? എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ആരോ സീർ ചെയ്തിട്ടുണ്ട്, എന്തോ അസ്വസ്ഥത ഉണ്ട്, മുകളിലേക്ക് വലിച്ച ശ്വാസം താഴോട്ട് വീഴുന്നില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഇവന് തന്നെ മനസ്സിലാവുകയാണ്, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് തന്നെ ബോധ്യപ്പെടുകയാണ്, അന്നഹുൽ ഫിറാഖ്, ഇത് മന്ത്രവാദി വന്നിട്ട് ശരിയാക്കേണ്ട രോഗമല്ല, ഇതാണ് വിരഹനൊമ്പരം, ഇതാണ് മരണത്തിന്റെ വേദന. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിൻപ് മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്രവിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. ഈ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ ശങ്ക? നോ ഡൗട്ട്, ഡെഫിനറ്റ്ലി നമ്മളും മരിക്കാനുള്ള ആൾക്കാരാണ് എന്ന കാര്യം നിസ്തർക്കമാണത്, തർക്കമില്ലാത്ത വിഷയമാണ്. പിന്നെ ജനിച്ച സ്ഥിതിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങി കൊടുക്കുക. ആ ഒരുക്കം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. കാരണം എനി ടൈം പറഞ്ഞില്ലേ, യുവാക്കളായ ആൾക്കാരൊക്കെ എത്ര പെട്ടെന്ന് ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് മരണത്തെ വരിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മലയാള ഭാഷയിൽ പറയും അകാല ചരമം. ആ ഭാഷ തന്നെ തെറ്റാണ്. ചെറുപ്പക്കാര് മരിച്ചു പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയാറുള്ളൊരു വാക്കാണ് അകാല ചരമം. മലയാള ഭാഷയിൽ ഈ വാക്കിന്റെ അർത്ഥം എന്താ? കാലത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചരമെന്ന അള്ള കണക്കാക്കിയ കാലം അതാണെങ്കിൽ അത് കാലം തന്നെയാണ്. അള്ളാഹു ഒരാളുടെ ആത്മാവിനെ പിടിക്കാൻ ഒരു അജല് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ മില്ലി സെക്കൻഡ് പോയിട്ട് മൾട്ടി സെക്കൻഡ് പോയിട്ട് നാനോ സെക്കൻഡ് പോലും പടച്ചിറപ്പ് പോസ്റ്റ് പോൺ ചെയ്യൂല. പിന്നെ എങ്ങനെ നമ്മൾ അകാല ചരമെന്ന് പറയല്? അത് കാലത്തിൽ സംഭവിക്കേണ്ടതാണ്. അള്ളാഹു കണക്കാക്കിയ ആയുസ് അത്രേ ഉള്ളുന്ന അതാണ് പിന്നെ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ അവനിൽ ഭരമേൽപ്പിക്കുക. ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരുക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ഒരുക്കമാണ് നമ്മളെ നല്ലവരാക്കി മാറ്റുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പുണ്യമാക്കപ്പെട്ട സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുആ ചെയ്ത് അവന്റെ മുമ്പിലേക്ക് കൈ നീട്ടിയിട്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളെയും ദൂരീകരിച്ചു പെരുമാറാകട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഭൗതിക പ്രമത്തത കൂടിയതാണ് പുതിയ ലോകത്തിന്റെ പരാജയം എന്നർത്ഥം. മൽ ഫഖ്റ അഖ്ശാലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയല്ല, പിന്നെ നമുക്ക് സൗകര്യം കൂടും എന്നുള്ള ഭയമാണ് റസൂലുള്ളാഹിക്ക് ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ 20 ആള് ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു സദ്യക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, 20 ആളുകൾ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ ഒരുമിച്ച് കൂടിയാൽ വലൻ തജിദ് ബിഹിം മയഹാബു ഫില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ പോലും കണ്ടെത്താൻ 20 എണ്ണത്തിൽ സാധിക്കൂല. അപ്പൊ നമ്മളൊരു സൽക്കാരത്തിന് പോകുകയാണെങ്കിൽ അവിടെ 20 ആള് കൂടിയിട്ടുണ്ടെങ്കിൽ ആ 20 എണ്ണത്തിൽ ലം തജിദ് ഫീഹിം മയഹാബു ഫില്ലാഹ്, അള്ളാഹുവിനോട് പേടിയുള്ള ഒരാളെ പോലും ആ 20 എണ്ണത്തിൽ കാണാൻ സാധിക്കൂല. അത് അന്ത്യനാളിന്റെ അടയാളമാണ്. പിന്നെ പറഞ്ഞത് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ മറ്റൊരാൾ മരിച്ചുപോയ ഖബറാളിയായ മനുഷ്യന്റെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ യഖൂൽ, എന്നിട്ട് അവൻ പറയും, യാ ലൈതനീ മകാന സാഹിബിഹ ലൗ കുൻതു മകാന സാഹിബി ഹാദൽ ഖബർ, ഈ കിടക്കുന്ന ഖബറാളിയുടെ സ്ഥാനത്ത് മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഞാനായില്ലെങ്കിൽ എത്ര നന്നായിരുന്നു തമ്പുരാനെ. അങ്ങനെ അഭിലഷിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ കാലം അത്രയും മ്ലേച്ഛമാകുന്നർത്ഥം. അപ്പൊ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ യുക്തിപരതയോടുകൂടെ നമ്മുടെ ചിന്തകളെ നമ്മൾ കരുപിടിപ്പിക്കേണ്ടതുണ്ട്, ദീനീ മാർഗത്തിലായിട്ട്, ഇസ്ലാമിക വീക്ഷണങ്ങളിലായിട്ട്. അതുകൊണ്ട് ഇച്ചിലങ്കോട് നടത്തപ്പെടുന്ന മഖാം ഉറൂസിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ നമ്മൾ ഏവരും സംബന്ധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാലിക് ദീനാറിന്റെ ഉറൂസ, സഹാബി പ്രമുഖരുടെ പാദസ്പർശം കൊണ്ട് വലിയ പ്രാധാന്യം ചരിത്രത്തിൽ നേടിയെടുത്ത ഈ സ്ഥലം എന്തുകൊണ്ടും അള്ളാഹു ആദരവ് നൽകിയ സ്ഥലമാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഭൂമിയിൽ വളരെ വിരളമായ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. 5 വർഷത്തിൽ കൂടുമ്പോൾ നടക്കുന്ന പരിപാടിയാകുമ്പോൾ ഈ പരിപാടിയോട് എല്ലാവിധ സഹകരണങ്ങളും, ഈ പരിപാടിയിൽ നിന്ന് നേടിയെടുക്കേണ്ട നേട്ടങ്ങൾ ആത്മീയമായ നേട്ടമാണ്. വളരെ ഫസ്റ്റ് ഓഫ് ആൾ ഏറ്റവും പ്രധാനം ആത്മീയമായ നേട്ടമാണ്. ആ നേട്ടങ്ങളെയൊക്കെ നമ്മൾ അതിന്റെ അർഹിക്കുന്ന അളവോടുകൂടെ തന്നെ കണ്ട്, ഇപ്പൊ ഈ ഉറൂസിലേക്ക് ഒരുപാട് ആളുകൾ കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ കൊടുത്ത ആളുകളുണ്ട്, അവരുടേതായ രീതിയിലുള്ള ഡൊണേഷൻസ് കൊടുത്ത ആളുകളുണ്ട്, ഇതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പബ്ലിസിറ്റി, ഇതിനുവേണ്ടി ഓടിച്ചാടി നടന്ന ഇതിന്റെ സംഘാടക സുഹൃത്തുക്കൾ, മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരുപറ്റം യുവാക്കളെ, കർമ്മഭടന്മാരെ പോലെയാണ് ഇവിടുത്തെ യുവാക്കളൊക്കെ ഈ വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേഡർ സംവിധാനത്തോടു കൂടെയുള്ള ദീനീ സംരംഭം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലാണ്, സഹാബിമാരുടെ പേരിലാണ്, ദീനിന്റെ ഭാഗമായിട്ടാണ്, ഉറൂസിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു അമലായി, അള്ളാഹു ഒരു ഇബാദത്തായി, ഒരു ദഅവത്തായി അവരിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ ഇതിനെ കബൂലാക്കുമാറാകട്ടെ. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യത്യസ്ത പ്രഭാഷകർ വന്ന് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തുകയാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് അവരെ കാണാനും ഇങ്ങനെ ഒന്ന് ഒന്ന് കൂടി ആടി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്താനും ഒക്കെയുള്ള വളരെ വലിയ ഹൃദ്യമായ സന്ദർഭങ്ങളാണ് ഇതിലൂടെയൊക്കെ നമുക്ക് കനിഞ്ഞു കിട്ടുന്നത്. അതിന് വലിയൊരു തൗഫീഖാണ് പഠിച്ചറപ്പ് നമുക്ക് നൽകുന്ന വലിയൊരു തൗഫീഖാണ്. സദസ്സിലൊക്കെ വെച്ചിട്ട് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, അള്ളാഹുവിനോട് വേപതു, നമ്മുടെ ദുഃഖങ്ങൾ പഠിച്ചറപ്പിനോട് പറയാനില്ല. പക്ഷെ എനിക്ക് ഇതിലുള്ളൊരു ഒപ്പീനിയൻ, ഒന്നും കൂടി നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് സദസ്സിനെ സംഘാടകരല്ല കൊണ്ടുപോകേണ്ടത്, ഓഡിയൻസ് ആണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞാല് വളരെ നേരത്തെ എല്ലാ ആളുകൾക്കും പോകേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ പ്രസംഗിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റേതായ പ്രത്യാഘാതങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇന്നിപ്പോ ഈ പരിപാടി 10 മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് 12 മണിക്ക് അവസാനിക്കുക എന്നതുകൊണ്ടാണ് എനിക്ക് സാധാരണ രീതിയിൽ കാസർഗോഡ് കണ്ണൂർ പരിപാടിക്ക് വരുമ്പോ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ട്രെയിൻ വെസ്റ്റ് കോസ്റ്റ് ട്രെയിൻ ഉപയോഗപ്പെടുത്തിയാൽ നാളത്തെ ദർശന് നമുക്ക് രാവിലെ പള്ളിയിലെത്താൻ കഴിയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉച്ചവരെയുള്ള ദർശനമായിട്ട് മിസ്സാവാൻ. ഏത് നമ്മളെ പരിപാടി 10 മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് എന്റെ സ്ഥാപനത്തില് എനിക്ക് ക്ലാസ് എടുക്കേണ്ട, എനിക്ക് സബക്ക് എടുക്കേണ്ടതായ മുത്തല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കേണ്ടതായ ഒരു കാര്യം ഒഴിവാക്കണം.
അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ വിഷമങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഈ വൈകി തുടങ്ങുന്നതിൽ ഒരുപാട് ക്രമപ്രശ്നങ്ങൾ വേറെയുണ്ട്. എന്തിനാണ് സംസ്ഥാന സർക്കാരും പോലീസും നിയമപാലകരൊക്കെ 10 മണിവരെ പെർമിറ്റഡ് ഉള്ളൂ എന്ന് പറയാൻ കാരണം? ഈ അന്തരീക്ഷം അങ്ങനെയാണ്. പക്ഷിപ്പറവകളൊക്കെ ഒരു 9 മണിയോടുകൂടെ വളരെ ശാന്തമായി കൊമ്പത്തിരുന്ന് ശരിക്കും സ്വസ്ഥമായി ഉറങ്ങാണ്. മറ്റു മൃഗാദികള് പക്ഷിപ്പറവ, കാരണം അവറ്റക്ക് കൃത്യമായ സമയമാണ് എല്ലാ വിഷയത്തിലും. അപ്പൊ വളരെ പ്രഭാതത്തിൽ എണീക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ശബ്ദങ്ങൾ അവക്ക് അലോസരമാകാൻ പാടില്ല എന്നുള്ളത് മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വൈകി തുടങ്ങുന്നത് കൊണ്ടുള്ള ഡിസോർഡേഴ്സ് ഇതൊക്കെയാണ്. നേരത്തെ തുടങ്ങി, ഈവൻ നമുക്ക് 8 മണിക്ക് തുടങ്ങിയാൽ തന്നെ 10 മണിക്ക് അവസാനിപ്പിച്ചാൽ നല്ല ഭംഗിയായിട്ട് പരിപാടി നടത്താനും കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളിലും കൂടാനും കഴിഞ്ഞു. നമ്മുടെ കാര്യങ്ങളിലൊന്നും ക്രമപ്രശ്നങ്ങൾ കടന്നു വരുന്നില്ല. അപ്പൊ ആ ഒരു ശൈലിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് നല്ലതാണ് എന്ന് ഇസ്ലാമികമായിട്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഓർമ്മപ്പെടുത്താണ്. ഉമ്മമാരും രക്ഷിതാക്കളും യുവാക്കളൊക്കെ ആ വിഷയത്തിൽ ഒരു ജാഗ്രത പുലർത്തല് നല്ലതാണ് എന്ന് കൂടി വളരെ വിനീതമായ ഭാഷയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൂടിയതും നമ്മൾ പിരിയുന്നതും നമ്മൾ കേട്ടതും നമ്മൾ പറഞ്ഞതും ഒക്കെ നാളെ മീസാൻ എന്ന തുലാസിന്റെ നന്മയുടെ തട്ടിൽ നല്ല കനമുള്ളൊരു അമലായി നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് വന്ന ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്യുക. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഇവിടെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. മകന്റെ ലൈസൻസ് ചെയ്യാൻ വേണ്ടി 111 രൂപ, കല്യാണക്കാര്യം ചെയ്യാനും കടം തീരാൻ 100 രൂപ, മരിച്ച ഉപ്പാന്റെ പേരിൽ ദ്വാരക്ക് 500 രൂപ, പിന്നെ ഒരാൾ മുഹമ്മദ് എടുക്കുക എന്ന് പറയുന്ന ഒരാൾ 5 kg നെയ്യുടെ പൈസ 2300 രൂപ ഇവിടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഹത്തവും അദ്ദേഹം ഓതിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ ഉംറക്ക് വന്നിട്ട് 500 രൂപ ദ്വാരക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് എഴുന്നേറ്റ് വന്ന സ്ഥാനത്ത് وكن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم هذا الدعاء ومنك